പറയണ്ട ഇവിടെ നടക്കണതൊന്നും പറയണ്ട. ഇവിടെ മൊത്തത്തിൽ എന്താ സംഭവിക്കുന്നത്? മൊത്തത്തിലേ ഒരു പെണ്ണുങ്ങളുടെ ലോകമായോണ്ടിരിക്കുക മൊത്തത്തില്. കാര്യം പറയാതിരിക്കാൻ വയ്യ, മൊത്തം കൊളാവാരൊക്കെ അങ്ങ്. എന്നിട്ട് അതല്ല വിറ്റ് പെണ്ണുങ്ങള് ലോകമായിക്കോട്ടെ, ഓക്കെ, അത് നല്ലൊരു കാര്യമാണല്ലോ. ഇങ്ങനെ ഊമ്പിരിക്കണതാണെങ്കിൽ ചെക്കന്മാര്, അതാണ് നമ്മളുടെ, അത് പ്രത്യേകിച്ച് നമ്മളുടെ ആ ഒരു ജനറേഷൻ, ആ 1995 തൊട്ടിട്ട് 2000. അതിന്റെ കാര്യമാണ്. അവന്മാരാണെങ്കിൽ എന്ത് ചെയ്യേണ്ടതെന്ന് അറിയില്ല. അവന്മാർക്കാണെങ്കിൽ അവരുടെ ഈ ജനറേഷനിലുള്ളവരാണെങ്കിൽ അവരെ വാപ്പാരും ബാക്കിയുള്ളവരൊക്കെ നോക്കിയ പോലെ ചെയ്യിക്കോ, അങ്ങനെ നമ്മള് നല്ല രീതിയിൽ പ്രൊവൈഡ് ചെയ്യണം, നമ്മളൊരാണായൊക്കെ പറഞ്ഞ് നിക്കണം. അപ്പൊ നോക്കുമ്പോണ്ടാവും ഈ ജെൻസി വരുന്നവര് വിചാരിക്കും, ഭരിക്കാൻ വരുന്നോടാ, ടോക്സിക് റിലേഷൻഷിപ്പ്, നാർസിസിസം. യെസ്, നാർസിസിസം, ടോക്സിക്. പിന്നെ അവിടെ അങ്ങ് ഇതായത് ഇതൊന്നും എന്താ മെയിൻ ആയിട്ട് തോന്നി എന്താ അറിയോ, ഇവര് ഇപ്പൊ ഓക്കെ ഇതൊക്കെ ഈ പറഞ്ഞ പോലെയൊക്കെ ഇത് ഇവരുടെ തെറ്റാണോ? അതാണ് എനിക്ക് മനസ്സിലായത്. എനിക്ക് തോന്നിയ എന്താ വെച്ചാ, ഇപ്പൊ ഇത് സത്യത്തിൽ എന്താ വെച്ചാല് ഏതൊരാളിന് ഏതൊരു സംഭവം നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് ഇട്ടുകൊടുത്തിട്ടുണ്ടെങ്കിൽ അവിടെ കുടുങ്ങൂലേ. അപ്പൊ എനിക്ക് തോന്നുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവര് ഈ റീൽസ് ഒക്കെ ഉണ്ടല്ലോ, എനിക്ക് തോന്നുന്നു മെയിൻ അതാ. നമ്മള് ഈ റീൽസ് ഇതൊക്കെ തന്നെ നമ്മളിപ്പോ അങ്ങനെ ഇരുന്ന് കാണുകയാണെങ്കിൽ നമ്മൾ ആ ഒരു കാര്യത്തിൽ അങ്ങനെ ഇരുന്ന് പോവാ നമ്മൾ. അതും ഇപ്പൊ റീൽസ് നമ്മൾ ഒന്ന് കണ്ട്, ആ റീൽസ് നമ്മൾ കണ്ട് അതിനുശേഷം നമ്മൾ അടുത്ത ആ റീൽസ് 2 പ്രാവശ്യം പ്ലേ ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ ആ റീലേ വരുള്ളൂ, അങ്ങനത്തെ വരുള്ളൂ. അത് ലൈക്ക് ചെയ്യുക, ഇതാക്കിയ ഷെയർ ചെയ്യുക ചെയ്താൽ മതി, പിന്നെ അങ്ങനത്തെ മാത്രമേ വരുള്ളൂ. പിന്നെ നമ്മളൊരു ബബിളിലാക്കാണ് സത്യം പറഞ്ഞ ലെവലില്, ചെറിയ രീതിയിലൊന്നല്ല. എന്താ പറയാന്ന് ആലോചിച്ച് നോക്കി. ഭയങ്കര എന്താ പറയാ, നിന്നെ ഭയങ്കര വിശ്വാസമുള്ള ഒരു കൂട്ടുകാരനോ. നീ പറയണ എല്ലാം ശരിയാ. അതാ ഇപ്പൊ പണ്ടൊക്കെ, ഇപ്പൊ നമുക്കറിയാലോ, ഇപ്പൊ പണ്ടൊക്കെ അല്ല ഒരു ടോക്സിക് ഫ്രണ്ട് എന്ന് പറയില്ലേ, അങ്ങനല്ല, ഒരു ടോക്സിക് ആയ ഒരു ഫ്രണ്ട് നമ്മളടുത്ത് ഉണ്ടെങ്കിൽ അവന്റെ ജീവിതം പെലയെന്ന് പറയില്ലേ, അതേപോലെയാണ് ഇപ്പത്തെ അവസ്ഥയിൽ. കാരണം ഇപ്പൊ എന്ത് കാര്യത്തിലും നമ്മളിപ്പം കൂടെ എന്ത് തെറ്റ് ചെയ്താലും പറയാം, അത് ശരി, അതാണ് ശരി, നിന്റെ ലോകമാടാ ശരി, ശരി, അതാണ്. അങ്ങനെ പറഞ്ഞു കൊടുക്കണ ഒരു ഫ്രണ്ടാ ഇപ്പൊ എല്ലാവർക്കും, നമ്മൾക്ക് എല്ലാവർക്കും ഉള്ള ഇൻസ്റ്റാഗ്രാം എന്ന് പറഞ്ഞു. കാരണം ഇപ്പൊ ഈ ആലോചിച്ചു, എനിക്കിപ്പോ ഒരാളെ കൊല്ലണം, ഓക്കെ, ഈ ഒരു മാസം ഒരു 15 ദിവസം ഇരുന്നിട്ടൊന്നും അങ്ങനത്തെ റീല് കണ്ടോക്ക്, ആ കൊല്ലണ കാര്യം പ്രോപ്പർ ആയിട്ട് പ്രോപ്പർ ശരിയാണ്, ഈ ചെയ്യണതാ ശരിയെന്നാണ് പറയാം. ഇത് സോഷ്യൽ മീഡിയ എല്ലാരും കണക്ട് ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കിയതാ, പക്ഷെ ഇത് ഇപ്പൊ എന്താ നടക്കുന്നത്, ഇപ്പൊ കണക്ട് ചെയ്യാണ്, പക്ഷെ ഓരോ നീഷായിട്ട് അവരവരുടേതായിട്ടുള്ള. കാരണം ആ ഒരു ലൈക്ക് നല്ല രീതിക്ക് ഡിവൈഡ് ചെയ്തിട്ട്, ആ ഡിവൈഡ് ചെയ്തവരെ തമ്മിൽ നല്ല കണക്ഷൻ, അവര് നല്ല രീതിയിൽ കണക്ഷൻ. അങ്ങനെ നോക്കുമ്പോ ആസ് എ ഹോൾ നോക്കുമ്പോ മൊത്തത്തിൽ കൊളാവില്ലേ. സത്യം. അല്ല, ഈ ഫെമിനിസം എല്ലാത്തിലും പുഷ് ചെയ്യണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടോ? ഫെമിനിസത്തിന്റെ കാര്യം പറയാം, എനിക്കിപ്പോ എന്ത് തരം മലയാളം പടമോ എന്ത് ഇതിലും കണ്ടാലും അതിനകത്ത് ആ സാധനം പുഷ് ചെയ്യണതിന് പ്രശ്നമില്ല. പക്ഷെ ഫെമിനിസം നല്ല അവരെങ്ങനെ പുഷ് ചെയ്യണ വെച്ചാൽ വുമൺ എംപവർമെന്റ് പറഞ്ഞിട്ട് വുമൺ എംപവർമെന്റ് ആയിക്കോട്ടെ, പ്രശ്നമില്ല. മെന്നിനെ നിലത്തോട്ട് കാണിച്ചിട്ടുള്ള വുമൺ എംപവർമെന്റ് പ്രശ്നം മെന്നൊക്കെ അങ്ങനെയാണ്. ഇവര് ലൈക്ക് ഇത് ഓക്കെയാണ്, ആ ഒരു ഇമോഷണൽ കാര്യങ്ങൾ ഇവർക്ക് അവരുടേതായിട്ടുള്ള ഒരു ഇമോഷണൽ കാര്യങ്ങളുടെ ഇതൊക്കെ. ഇപ്പൊ മെന്നിന് വന്നല്ലോ, മെൻ അസോസിയേഷൻ വന്നല്ലോ. ഇപ്പൊ മെൻ അസോസിയേഷൻ വന്നേ, കാരണം എന്ത് ചെയ്യാൻ നാട്ടിലാ മെൻ അസോസിയേഷൻ വേണം. ഇനി കുറച്ച് ഞങ്ങൾ ഇത് പെണ്ണുങ്ങൾ ആണുങ്ങളാവണ ആ ഒരു അവസ്ഥ വന്നോണ്ടിരിക്കുന്നത്. കാരണം അതിപ്പോ എനിക്ക് തോന്നി എന്താ അറിയടാ, ലൈക്ക് ഒരു മൊത്തത്തിൽ ഇങ്ങനെ നോക്കുമ്പോ ഇപ്പൊ ഇതിനെ പറ്റി ഞാൻ അങ്ങനെ ആലോചിക്കപ്പോ എന്താ വെച്ചാല്, ഈ ആലോചിച്ച് നോക്ക്, ഈ ഇപ്പൊ ചില പൊളിറ്റിക്കൽ ഗ്രൂപ്പ്സ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മാസ് ഓഡിയൻസിനെ അവർക്ക് എടുക്കണം എന്ന് വിചാരിക്കും, ഓക്കെ. ഈ മാസ് ഓഡിയൻസിനെ എടുക്കണം എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു ഇത് വേണ്ടേ. ചിലവർ റിലീജിയൻ യൂസ് ചെയ്യും ഒന്നിപ്പിക്കാൻ. ഒരു മാസമായിട്ടുള്ള ഒരു ഓഡിയൻസിനെ എന്തേലും പറഞ്ഞിട്ട് ഓക്കെ ഇതാണ് എന്ന് പറയണം എന്നുണ്ടെങ്കിൽ, ഇതാണെന്ന് പറയണം എന്നുണ്ടെങ്കിൽ അവർക്ക് എന്ത് വേണം, എന്തെങ്കിലും ഒരു ഇത് വേണമല്ലോ. അത് റിലീജിയൻ യൂസ് ചെയ്യും. കാരണം റിലീജിയൻ എന്താ, റിലീജിയൻ എന്നാണ് പറയുമ്പോൾ ഒറ്റയടിക്ക് മാസം ഒരു ഓഡിയൻസ് അവിടെ വരികയാണ്. നിങ്ങൾ ഇന്നൊരു സംഭവത്തിൽ നിങ്ങൾ വിശ്വസിക്കണം, ഇത് തെറ്റാണ്, ഇത് ശരിയാണെന്നാണ് പറയുമ്പോൾ എന്തായി, പിന്നെ നമ്മളൊക്കെ ഒന്നാണ്, നമ്മളെല്ലാരും ഇന്ന റിലീജിയൻ, നമ്മളെല്ലാരും ഒരുമിച്ച് നിൽക്കണം എന്നാണ് പറയുമ്പോൾ ആ ഒരു ഇതായി. പക്ഷെ എല്ലാരും അങ്ങനെ റിലീജിയൻ യൂസ് ചെയ്യാത്ത അടുത്തൊരു വകുപ്പാണ് ഇത്. ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും ഒരു സോഷ്യൽ മൂവ്മെന്റോ അല്ലെങ്കിൽ ആക്ടിവിസ്റ്റ് മൂവ്മെന്റോ അങ്ങനെ എന്തെങ്കിലും യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കാരണം പുഷ് ചെയ്യാനാണ് തോന്നിയിട്ടുണ്ട്. എനിക്കങ്ങനെ നല്ല രീതിയിൽ തോന്നിയിട്ടുണ്ട്. കാരണം എന്തൊരു കാര്യത്തിനാണെങ്കിലും ഒന്ന് ആലോചിച്ച് നോക്ക്, ഈ പറഞ്ഞ പോലത്തെ ഏതൊരു കാര്യത്തിനാണെങ്കിലും ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, നല്ല രീതിക്ക് ഒരു ഓഡിയൻസ് ഉണ്ടാവില്ലേ.
ഇപ്പൊ ഈ ഇങ്ങനത്തെ കണ്ടന്റ് ഇടുന്നവരും അവർ ചിലപ്പോ നല്ല കണ്ടന്റ് ഇടുന്നുണ്ടാവും. പക്ഷെ ആ നല്ല കണ്ടന്റ് ഇടുമ്പോ നല്ല കണ്ടന്റ് ഇടുന്നുണ്ടാവും. പക്ഷെ ഈ നല്ല കണ്ടന്റ് ഇട്ടിട്ട് ഈ പറഞ്ഞിടുമ്പോ ആരും വ്യൂ ചെയ്യണില്ല. ആൾക്കാർക്ക് വേണ്ട കോൺട്രവേഴ്സിയാണ്. വേണ്ടത് അല്ല ഇപ്പൊ ഇൻസ്റ്റാഗ്രാമിലായാലും കോൺട്രവേഴ്സിയാണ് കൂടുതൽ ട്രാഫിക് കൊണ്ടുവരുള്ളൂ. പക്ഷെ അത് അൽഗോരിതം പിക്ക് ചെയ്ത് കഴിയുമ്പോ അൽഗോരിതം അത് മാത്രമേ കാണിക്കുള്ളൂ. ഈ പിന്നെ വേറെ കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇപ്പൊ ഫേസ്ബുക്ക് നോക്കിക്കോട്ടെ. ഫേസ്ബുക്കിൽ നല്ല ഫുൾ പൊളിറ്റിക്കൽ പരമായിട്ടുള്ള കാര്യങ്ങളാവും. കാരണം അവിടുത്തെ ടാർഗറ്റ് ഓഡിയൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് വയസ്സായ കുറച്ച് ലൈക്ക് ഏജ്ഡ് ആയ ആൾക്കാരാണ്. അപ്പൊ അവരുടെ മാസമായിട്ട് പിടിക്കൽ എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ഇതാണ്. ഇപ്പൊ ഇൻസ്റ്റഗ്രാമിന്റെ ഉള്ളിൽ ഇങ്ങനത്തത് എന്ന് പറഞ്ഞാൽ ഫുൾ ഈ റിലേഷൻഷിപ്പ് യങ് പിള്ളേരാണ്. അപ്പൊ ഇവർക്കൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർക്ക് ഒരു നോഷൻ കൊടുക്കുകയാണ്. എന്ത് ലൈക്ക് ഇഫ് യു ഡോണ്ട് ഫീൽ എനിത്തിങ് ജസ്റ്റ് ക്വിറ്റ്. വേണ്ട നോക്ക്. ഇങ്ങനെ ആയിട്ട് ഒന്ന് ആലോചിച്ച് നോക്കി. എല്ലാരും ഇങ്ങനെ ക്വിറ്റ് ചെയ്ത് അടുത്തുണ്ടെന്ന് പറഞ്ഞത് കൊള്ളാവില്ല. അതുകൊണ്ട് തന്നെ 2030 50% ഓഫ് ദ വുമൺ വിൽ തിങ്ക് ദാറ്റ് ദേ ഡോണ്ട് വാണ്ട് മാരീഡ്. ലൈക്ക് അവർക്ക് കല്യാണം കേൾക്കണ്ടെന്ന് തോന്നുന്നു. ആലോചിച്ച് നോക്ക്. അങ്ങനെ ആകുമ്പോ പിന്നെ അതെന്തുകൊണ്ടാ ഈ പറഞ്ഞ പോലെ ആ ഒരു ഇതാക്കണം അങ്ങനെ. പക്ഷെ ഇതിന്റെ അൾട്ടിമേറ്റ്ലി ഭയങ്കര ക്വിറ്റേഴ്സ് ആക്കിക്കൊണ്ടിരിക്കുക, ഭയങ്കര വീക്ക് ആക്കിക്കൊണ്ടിരിക്കുക. എന്തൊരു പ്രശ്നം വന്നു ഓക്കെ ബായ് നമുക്ക് ഇനി നടക്കൂല ബായ്. ലൈക്ക് ഇതവിടെ ഒരു അതിന്റെ ഇടയിൽ വേറെ ആൾക്കാരുണ്ടാവും, അത് വേറെ കാര്യം. ഇത് കൊറേ ബെസ്റ്റീസ് ഉണ്ട്, കൊറേ ബെസ്റ്റീസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇനിയിപ്പോ നമ്മളിത് പറഞ്ഞേക്കുമ്പോ ഇത് കേൾക്കണ്ടേ, നമ്മളിത് വീഡിയോ ഒക്കെ ആക്കി ഉണ്ടെങ്കിൽ വെറുതെ എടുത്താണ്. സ്റ്റിൽ ഇനി അത് വീഡിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇടുന്നുണ്ടെങ്കിൽ നൈസായിട്ട് ആരോ തേച്ചിട്ട് വന്നിരുന്നു അങ്ങനെ തന്നെ വിചാരിക്കട്ടെ. ഞാൻ പറയല്ല അങ്ങനെ തന്നെ. പക്ഷെ ഇത് സത്യം പറയണ അതല്ല സത്യത്തിൽ ഇതിന്റെ എന്താ വെച്ചാല് ഈ പറഞ്ഞ പോലെ ഇവൾമാർക്കൊക്കെ വേണ്ടി പറയാൻ എല്ലാരും ഉണ്ട്, കൊറേ ആൾക്കാർ ഇതുണ്ട്. പെണ്ണുങ്ങൾക്ക് ഇപ്പൊ നമ്മളുടെ കേസിലാണെങ്കിൽ ഓക്കെ, നമ്മക്ക് എന്ത് ചെയ്യാം, ലോജിക്ക് ഉണ്ട്. ഇവരുടെ കേസിലാണ് ഇമോഷണൽ ആണ് ഇവര് ഫുള്ളി. ഇപ്പൊ നമ്മുടെ ആ ബുക്കൊക്കെ ഓരോ ബുക്കുകൾ എഴുതുമ്പോൾ ഇവർ ഫുള്ളി ഇമോഷണൽ ആണ്. അത് ഇവർക്ക് മനസ്സിലാവില്ല, ലോജിക്കില്ലല്ലോ. അപ്പൊ ഈ ഇമോഷണൽ മാത്രമായിട്ട് ഇവര് നിൽക്കുന്ന സമയത്ത് ഈ ഒരു രീതിയിലുള്ള സാധനങ്ങൾ കിട്ടുമ്പോ ഇവര് നല്ല രീതിക്ക് അവർക്കാണ്. ഇപ്പൊ ബോയ്സിന് അത്ര ആവില്ലടാ, ഇവർക്ക് ഭയങ്കര ലൈക് ചാഞ്ചാറില്ല അവരുടെ മൈൻഡ്. ഇവര് അങ്ങോട്ടും ഇങ്ങോട്ടും കാരണം ഈ ഹോർമോൺസ് അത് എന്നിട്ട് അതല്ല ഇത് ആരാ പറയണെന്നറിയാം. ഇത് മെച്ചൂർ ആയ വുമൺ ഇല്ലേ, ലൈക് കുറച്ചും കൂടി മെച്ചൂർ ആയ വുമൺസ് അഡ്മിറ്റ് ചെയ്യും, അല്ലാത്തവർ അഡ്മിറ്റ് ചെയ്തല്ല. മെച്ചൂർ ആയ വുമൺസ് ഞാൻ കേട്ടിട്ടുണ്ട്. മെച്ചൂർ വുമൺസ് പറഞ്ഞിട്ട് അവർ ഇങ്ങനെയൊക്കെയാണ്. പക്ഷെ ഇത് എന്തെന്ന് വെച്ചാൽ ഇവർക്ക് അതല്ലടാ, എന്തെന്ന് വെച്ചാല് ഇവർക്ക് അറിയാന്ന് വെച്ചാൽ നമ്മളിപ്പോ ഇങ്ങനത്തെ എന്തെങ്കിലും സാഹചര്യം സംഭവിച്ചു ഓക്കെ, ഇവർക്കറിയാം വേറെ ആരോടെങ്കിലും സംസാരിച്ചാലോ അല്ലെങ്കിൽ വേറെ ഇപ്പൊ ഈ പറഞ്ഞ ആൾക്കാരോട് തന്നെ സംസാരിക്കില്ല, അങ്ങനെ എന്തെങ്കിലും സിറ്റുവേഷൻ വന്നാൽ ഇവര് മൈൻഡ് മാറും, അല്ലെങ്കിൽ അങ്ങനെയല്ല ഇവർക്ക് ഒരു ഇതാവും എന്നുള്ളത് ഇവർക്ക് അറിയാം. എന്നാ പോലും ഇവരെന്ത് ചെയ്യുന്നറിയോ, ഇവർ അങ്ങനത്തെ സിറ്റുവേഷൻ ഉണ്ടാക്കാണ്ടിരിക്കും. അതാ വിറ്റ്. ലൈക്ക് ഇവർക്ക് ഓക്കെ എന്നാ ഇവർക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാ ഇവർക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യായിരുന്നു, അങ്ങനത്തെ സിറ്റുവേഷൻ ഉണ്ടാക്കിയിട്ട് ഓക്കെ ഞാൻ ഒന്ന് ശ്രമിച്ചു നോക്കാം, ഞാൻ അങ്ങനെ ചെയ്യും. ഇവരെന്ത് ചെയ്യാ, അങ്ങനത്തെ സിറ്റുവേഷനെ അവോയ്ഡ് ചെയ്യാണ്. അപ്പൊ ഡീപ് ഡൗൺ ഇവർക്ക് തന്നെ അറിയാം ഇവര് ചെയ്യുന്ന ശരിയല്ലാതെ. അതാണ് ഇവർക്ക് ഡീപ് ഡൗൺ അറിയാം. പക്ഷെ അപ്പൊ അവര് പക്ഷെ എന്താ ചിന്തിക്കുന്ന വെച്ചാൽ ലൈക്ക് അങ്ങനെയാ ചെയ്യരുത്, അത് ഞാൻ വെറുതെ ഒഴിവാക്കണം, അങ്ങനെ ആക്കണം, ഇങ്ങനത്തെ ഈ റീലുകളൊക്കെ ഇങ്ങനെ വരുന്നത് ഇതിങ്ങനെ കണ്ട്. എന്നിട്ട് എന്താണ് അൾട്ടിമേറ്റ്ലി ഇവർക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ അവർക്ക് ഓക്കെ സ്റ്റഡി ആയിട്ട് നിക്കാം, സ്റ്റഡി ആയിട്ട് നോട്ടെ. എന്നിട്ട് ആമ്പിള്ളേരെ ഒരു വിധത്തിലും എന്താ ഡിപ്പെൻഡ് ചെയ്യാൻ പാടില്ല. ആ ഡിപ്പെൻഡ് ചെയ്യാത്തോണ്ട് തന്നെ എന്ത് സംഭവിക്കുന്ന വെച്ചാ അവര് എളുപ്പത്തിന് എന്തെങ്കിലും കാര്യം വരുമ്പോ എന്തെങ്കിലും ഒന്ന് ഡിഫിക്കൽട്ട് ആയി കഴിഞ്ഞാൽ അവർക്ക് ഇട്ടിട്ട് പോവാം. ബിക്കോസ് അവർക്ക് ഈസി ആയിട്ട് നിൽക്കാം, കോൺസിക്വൻസസ് ഇല്ല. ഒരു വിധത്തിലും ഒരു കോൺസിക്വൻസ് ഇല്ല. എല്ലാത്തിലും അവര് പറഞ്ഞത് അതാ നിങ്ങൾ ഇതാക്കണത് ലൈക്ക് ആ ഒരു രീതിയിൽ വരുമ്പോ അപ്പൊ ഇവർക്ക് എന്താ വെച്ചാൽ ഓക്കെ. അപ്പൊ ഈ ഒന്ന് ആലോചിച്ച് നോക്കുക, അങ്ങനെ ഒരു ഇമോഷണൽ ഒരു ബീയിങ്സ് ആണെന്ന് പറയുന്നുണ്ട്. ലൈക്ക് രണ്ടാൾ ഒരിക്കലും മെന്നും വുമണും സെയിം അല്ല. മെന്നിന്റെ ഒരു തോട്ട്സും മെന്നിന്റെ ഒരു ഇതും കാര്യങ്ങളൊക്കെ വ്യത്യാസം. പിന്നെ പക്ഷെ ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഇതും കൂടി ആകുമ്പോ ഇവരൊന്നും ആലോചിച്ചു എന്താ ലൈക്ക് അതും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ട് ഒരു ഇതല്ലേ. സത്യം. എന്നിട്ട് ഇതെന്താ, അതായത് ഫീമെയിൽ സെലക്ഷൻ അനുസരിച്ചാണ് മെന്ന് പണ്ടും മാറിക്കൊണ്ടിരുന്നത്. ഇപ്പൊ ഏൻഷ്യന്റ് ഹിസ്റ്ററിയിൽ അങ്ങനെ തന്നെ മാറിക്കൊണ്ടിരുന്നത്. പണ്ട് ഒരു സമയത്ത് വാരിയേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നപ്പോ കൂടുതൽ വാരിയേഴ്സിനെയാണ് ഫീമെയിൽ സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്താ ആ വാരിയർ കൾച്ചർ ഉണ്ടായിരുന്നു. ഇതിപ്പോ എല്ലാവരും സെലക്ട് ചെയ്തത് എങ്ങനത്തെ, നമുക്ക് കുറച്ചുകൂടി പാവാട ടൈപ്പ് ടൈപ്പിന്റെ കേസ് ഞാൻ പറയട്ടെ. ഇപ്പൊ പറഞ്ഞ കറക്റ്റാ എന്ന് വെച്ചാൽ അതുണ്ട്. പക്ഷെ ഇവർക്ക് എന്താണെന്നറിയോ, ഇവര് സൈക്കോളജിക്കലി
ഇവര് അട്രാക്റ്റഡ് ആവുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ. മെന്നിന്റെ അടുത്താണ്. അതാണ്. സൈക്കോളജിക്കലി ഇവർ അട്രാക്റ്റഡ് ഇത് കൾച്ചറലി വന്ന സാധനമാണ്. അതാണ്. കൾച്ചറലി ബൂസ്റ്റ് ചെയ്യുമ്പോ ഇവര് വിചാരിക്കും ഇതാണ് നമുക്ക് വേണ്ടത്. പക്ഷെ ഇവരുടെ പ്രൈമൽ ബിഹേവിയർ ഉണ്ട്, അതെപ്പോഴും അട്രാക്റ്റീവ് മാസ്കുലിൻ ട്രെയിൻസ് ആണ്. ഇപ്പൊ ഞാൻ എനിക്കൊരു ഒരു പാറ്റേൺ ഇങ്ങനെ കറക്റ്റ് ഉണ്ടെന്നറിയോ, ഇവരെന്തെന്ന് അറിയോ, ഇവർക്ക് ലൈക്ക് അട്രാക്റ്റഡ് ആവും ഇങ്ങനത്തെ ആൾക്കാരായിട്ട്, മാസ്കുലിനായിട്ടുള്ള അട്രാക്റ്റഡ് ആവും. പിന്നെ അതേപോലെ ഇവരുടെ ഫാദേഴ്സ് ഉണ്ടല്ലോ, ഇവരുടെ ഫാദർ അല്ലെ ഇവരുടെ മാതാപിതാക്കൾ അല്ലെ, ഇപ്പൊ എക്സാമ്പിൾ ഇപ്പൊ വുമൺ ആണെങ്കിൽ അവരുടെ ഫാദർ ഉണ്ടല്ലോ, അവരുടെ ഫാദർ എങ്ങനെയാണോ ആ ഒരു രീതിയിലുള്ള ഒരാളിനായിട്ടാവും ഇവർക്ക് കൂടുതൽ അട്രാക്ഷൻ തോന്നുക ഫസ്റ്റ്. അത് ശരിയാ, അത് ഞാൻ കേട്ടിട്ടുണ്ട്. ഇത് അങ്ങനത്തെ ഒരു സൈക്കോളജിക്കൽ ഇഷ്യൂ തന്നെ ഉണ്ട്. അതായത് അവര് പറഞ്ഞത് വെച്ചാൽ ടോക്സിക് ആയിട്ടുള്ള പാരന്റ്സ് ഉണ്ടെങ്കിൽ ടോക്സിക് ആയിട്ടുള്ള ലവ് ആയിരിക്കും ആദ്യം ചൂസ് ചെയ്യണത്, ഫസ്റ്റ് ലവ് ഒക്കെ അങ്ങനത്തെ ആൾക്കാരെ ചൂസ് ചെയ്യണം. പക്ഷെ എന്താണ് ടോക്സിക് എന്നുള്ളതൊക്കെ നമുക്ക് പിന്നെ എന്താ പറയാ, അതെ അതാണ് ഓരോരുത്തരുടെ സിറ്റുവേഷൻ ആണ്. അതായത് ഇപ്പൊ രണ്ടാള് ഇപ്പൊ നീ കാണിക്കണത് മറ്റേ ആൾക്ക് ഇഷ്ടമാണ്, അപ്പൊ അത് ടോക്സിക് അല്ല. ഈ ആള് കാണിക്കണത് മറ്റാൾക്ക് ഇഷ്ടമല്ല, എന്തൊരു സാധനം വരുമ്പോഴാണ് അവിടെ ടോക്സിക് എന്ന് പറഞ്ഞ സാധനമേ വരുന്നത്. അല്ലെങ്കിൽ എല്ലാ റിലേഷൻഷിപ്പ് സബ്ജക്റ്റീവ്, എല്ലാ റിലേഷൻഷിപ്പ് അതിലൊതുങ്ങണം. എല്ലാ റിലേഷൻഷിപ്പും അവർക്ക് തമ്മിൽ അറിയാം അതെ ഇന്ന ആൾ ഇങ്ങനെയാണ്, ആ ഒരു കമ്പാറ്റിബിലിറ്റിയാണ് മെയിൻ. ഞാൻ പറഞ്ഞത് എന്താ അറിയോ, ഇപ്പൊ ഇവർക്ക് ആ ഒരു മാസ്കുലിൻ ട്രേറ്റിനാണ് ഇവർ ഇഷ്ടപ്പെടുന്നത്. ലൈക്ക് അവരെന്താണ് അപ്പൊ ഇത് ഇന്ന ആൾ ഇങ്ങനെയൊക്കെയാണ്, ലൈക്ക് ഇന്ന എങ്ങനെയൊക്കെ എടുക്കുക, ഇന്ന എങ്ങനെയൊക്കെ ഹാൻഡിൽ ചെയ്യുക, ഇന്ന എങ്ങനെയൊക്കെ ട്രീറ്റ് ചെയ്യേണ്ടത്, ഇന്ന എങ്ങനെയൊക്കെ ഇതാക്കാനുള്ള ഒരു ലൈക്ക് ആ ഒരു മാസ്കുലിനാണ് ഇവർ ഇഷ്ടപ്പെടുന്നത്. ഓക്കെ, ഇത് ഇഷ്ടപ്പെടുന്നു, ഇവർ റിലേഷൻ ചെയ്യുന്നു. ഒബ്വിയസ്ലി മാസ്കുലിൻ ആകുമ്പോൾ അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവും, ലൈക്ക് എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ ഉണ്ടാവും ഒബ്വിയസ്ലി. അതെ, അപ്പൊ എന്തെങ്കിലും തല്ലോ കാര്യങ്ങളുണ്ടോ, ഈ തല്ലോ അങ്ങനത്തെ എന്തെങ്കിലും സംഭവിക്കുന്ന സമയത്ത് എന്ത് സംഭവിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരപ്പൊ തന്നെ അപ്പൊ ഒരു റീൽ കാണാൻ തുടങ്ങും, എല്ലാം അപ്പുറത്ത് നോക്കും. അപ്പുറത്ത് നോക്കുമ്പോ എന്താ അഡ്ജസ്റ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട്, അഡ്ജസ്റ്റ് ചെയ്യണം തന്നെ. ഇപ്പോൾ നമ്മൾ ഏതാളാണെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യണം. ഞാൻ പറഞ്ഞ പ്രശ്നം വരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ ആ ആളിനെ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം പറഞ്ഞ്, അല്ലെങ്കിൽ ആ ആളിനെ ലൈക്ക് ചേഞ്ച് ചെയ്യാനുള്ള ഒരു ഇത് കൊടുക്കണം അല്ലെ. ഇതിപ്പോ എന്താ സംഭവിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നോ യു ജസ്റ്റ് ലിവ്. അല്ല, ചില കാര്യത്തില് ഇപ്പൊ പറയില്ലേ നമുക്കൊരു സ്റ്റാൻഡ് ഉണ്ട്, നമുക്ക് ഇങ്ങനെ ആവണമെന്നുണ്ട്, അല്ലെങ്കിൽ മെന്നാവുമ്പോ അങ്ങനത്തെ ഒരു സ്റ്റാൻഡ് ഉണ്ട്. അത് മാറാൻ തയ്യാറല്ലാത്ത ഒരാൾക്കാർക്ക് ഈ മാറാൻ ഇഷ്ടമല്ലാത്ത ആൾക്കാർ പുഷ് ചെയ്യേണ്ട ആവശ്യമില്ല. അങ്ങനെ പുഷ് ചെയ്ത് മാറ്റി കഴിയുമ്പോ ഇവരെന്താ പറയാന്നറിയോ, ഈ മാറുന്ന ചെക്കന്മാരെ ഇവർക്ക് ഇഷ്ടാവൂല. അതാണ് മനസ്സിലായ? ബിക്കോസ് അതാണ് ഫീമെയിൽ സൈക്കോളജിയുടെ ഒരു പ്രശ്നം. ഓക്കെ, അപ്പൊ നമ്മൾ എവിടെ നിർത്തിയത്? അതന്നെ എന്നുവെച്ചാ ലൈക്ക് അട്രാക്റ്റഡ് ആവണത് തന്നെ ഇവർക്ക്, അട്രാക്റ്റഡ് ആവണത് തന്നെ മാസ്കുലിൻ അങ്ങനത്തെ ട്രേറ്റ്സ് അല്ലെങ്കിൽ അങ്ങനത്തെ ഇതുള്ളവരടുത്ത് അവർക്ക് അട്രാക്റ്റഡ് ആവുന്നത്. അവർ അട്രാക്റ്റഡ് ആവുന്നു, ലൈക്ക് ഞാൻ ആ പാറ്റേൺ അവരുടെ പറഞ്ഞത്, ആ പാറ്റേൺ അവർ അട്രാക്റ്റഡ് ആവുന്നു. അവര് നോക്കുമ്പോ ലൈക്ക് കാരണം എന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നുണ്ട്, എനിക്കെല്ലാം ഓക്കെയാണ്, ലൈക്ക് ഇതാണ് ലൈക്ക് എനിക്കെല്ലാം പറഞ്ഞു തരുന്ന ആൾ എന്നെ ഇഷ്ടപ്പെടുന്നുണ്ട്, എന്റെ വീട്ടുകാരെ പോലെ തന്നെ എന്നെ എല്ലാത്തിലും ശ്രദ്ധിക്കും, കാര്യങ്ങൾ ഇതൊക്കെ വെച്ചിട്ടാണ് ഇവർ ഇഷ്ടപ്പെടുന്നത്. ഓക്കെ, ഇത് ഇഷ്ടപ്പെടുന്നു, നോക്കുമ്പോൾ ഒബ്വിയസ്ലി ഒന്നോ രണ്ട് പ്രശ്നങ്ങൾ വരുന്നു. കാരണം ഇവര് ചിന്തിക്കുന്ന ഒരു ഫാന്റസി വേൾഡ് ഉണ്ടല്ലോ, ലൈക്ക് ഒരു ഫാന്റസി സാധനമായിട്ടാവും ഇവര് ചിന്തിക്കുന്നുണ്ടാവുക. പക്ഷെ ഇത് ഒരു കുറച്ചിങ്ങനെ പോയി തുടങ്ങുമ്പോഴത്തേനും ഒബ്വിയസ്ലി പ്രശ്നങ്ങൾ വരും. ഈ മനുഷ്യന്മാര് ഇതല്ല ഇൻപെർഫെക്റ്റ് ആണ്, ഒരാളും പെർഫെക്റ്റ് അല്ലടാ. ഇതിപ്പോ പെർഫെക്റ്റിന്റെ അല്ല, ഇതിപ്പോ എന്തെങ്കിലും പ്രശ്നം വന്നു വിചാരിച്ചു, പെർഫെക്റ്റ് എന്തെങ്കിലും ആവട്ടെ, എന്തെങ്കിലും ഒരു പ്രശ്നം വന്ന് ഓക്കെ എന്തെങ്കിലും ആവട്ടെ, ഈ ലൈക്ക് ഇവരെങ്ങനെ അറിയാം ആ ഒരു പ്രശ്നം വന്നിട്ടുണ്ടെങ്കിൽ ഇവരെന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഒറ്റയടിക്ക് ഇവർ ചിന്തിക്കണമെന്ന് വെച്ചാൽ ഓക്കെ, അപ്പൊ അവര് ഈ പറഞ്ഞ പോലെ റീൽസ് അതൊക്കെ കാണുമ്പോൾ അവര് വി ഡോണ്ട് ഹാവ് ടു ബി അങ്ങനെ നമ്മൾ ഇതാക്കേണ്ട കാര്യമില്ല, അഡ്ജസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് ആർക്കാണ് പെർഫെക്റ്റ് ആയിട്ട് എന്ത് കാര്യം അറിയാൻ പറ്റുക? അവർക്ക് ആ ഒരു പെർഫെക്റ്റ് ആയിട്ട് ഒരു കാര്യം അറിയാൻ ആർക്കും അത് അറിയില്ലല്ലോ. അങ്ങനെ അറിയുന്ന ആളാണെങ്കിൽ അത് ഒരിക്കലും അങ്ങനത്തെ ഒരാളില്ല. അപ്പൊ അവർക്ക് അത് ലൈക്ക് അത് എക്സ്പെരിമെന്റ് ചെയ്യാനും അല്ലെങ്കിൽ അത് അവർക്ക് ട്രൈ ചെയ്ത് നോക്കാനും, ഇപ്പൊ ഒരു ഇടയിൽ പാളി ഉണ്ടെങ്കിൽ ഒന്നും കൂടി ട്രൈ ചെയ്യാനൊക്കെ ആണെങ്കിലല്ലേ അതിനല്ലേ ചാൻസസ്. അതാ ഒരു ക്വിറ്റർ മെന്റാലിറ്റി ആയിട്ട് ചിന്തിക്കുമ്പോഴാണ് പ്രശ്നം. എന്നിട്ട് ഇതുമല്ലട്ടാ, ഇനിയിപ്പോ ഇതും പോട്ടെ, അതെന്തുകൊണ്ടാണ് ക്വിറ്റിങ് ഒരു ഓപ്ഷനായി നിൽക്കണോണ്ടാണോ? അതാണ് അതൊരു ഓപ്ഷൻ ആണെങ്കിൽ എല്ലാവരും ക്വിറ്റ്, അതാണല്ലോ ഇപ്പൊ എല്ലാ രീതിയിലും ഓണ്ടർപ്രണർഷിപ്പിലും ഒക്കെ പറഞ്ഞത്. അതിൽ ക്വിറ്റിംഗ് ഉള്ള ആ ഒരു ഫീൽ ഓപ്ഷൻ എടുത്താണ്ട് കളഞ്ഞുള്ളൂ. പക്ഷെ എന്താന്ന് വെച്ചാൽ ഓപ്ഷൻ ആവാത്തതല്ല, ഓപ്ഷൻ ആയിക്കോട്ടെ, അത് ഓപ്ഷൻ ആണ്. കാരണം ചില എക്സ്ട്രീം കേസസിൽ നമുക്ക് കാണാം. പക്ഷെ എന്താ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു കാര്യത്തിന് എന്ന് വെച്ചാൽ ആ ക്വിറ്റിംഗ് എന്നുള്ള ഒരു നോർമലൈസ് ഭയങ്കര നോർമലൈസ് അല്ല, അത്
ഏറ്റവും നല്ലൊരു കാര്യമാക്കി മാറ്റി ക്വിറ്റിംഗ് വന്നത് അതാണ് ചെയ്യേണ്ടത്. എന്ന് വെച്ചാൽ എന്തെങ്കിലും ഒരു ചെറുത് വന്നാൽ അപ്പൊ ക്വിറ്റ് ഇത് തന്നെയാണ് ഈ നോർമലൈസേഷൻ ആണ് ഏറ്റവും വലിയ പ്രശ്നം. ഇത് എല്ലാ സ്ഥലത്തും ഇപ്പൊ അമേരിക്കയിൽ കുറച്ചു മുമ്പേ നടന്ന കാര്യം തന്നെ ഈ സാധനം. ഇത് LGBTQ എല്ലാം നോർമലൈസേഷൻ കൂട്ടി കഴിയുമ്പോഴാണ് അതാ നോർമലൈസ് ചെയ്തിട്ട് ഉദർ ओ सही है. अब हम लोग वीडियो करने के लिए हम लोग वापस उधर ही डालेंगे. आप देखा आप जैसा देखो, आप नहीं देखे ऐसा जाओ, मैं मुश्किल नहीं, हम लोग उधर जाएगा. താങ്ക് യു സോ മച്ച്. ജസ്റ്റ് ഒന്ന് ഞങ്ങൾ ഇവിടുത്തെ ഒരു അതിന്റെ മുകളിലാണ് ക്യാമറ വെച്ചേക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മളവിടെ അമേരിക്കയിൽ ഇത് തന്നെ നടന്നുകൊണ്ടിരുന്നത്. നോർമലൈസ് ചെയ്ത് ലാസ്റ്റ് എന്താ സംഭവിച്ചത്? ഹോർമോണൽ ട്രീറ്റ്മെന്റ് പിള്ളേർക്ക് ഇതെന്താന്നറിയണ്ടേ, ഇപ്പൊ എല്ലാ കാര്യത്തിലും എല്ലാം ഓക്കെ. അഡൽട്ട്ഹുഡ് ആവാത്ത പിള്ളേർക്ക് നോർമലൈസ് ചെയ്ത് മാത്രമല്ല പുഷ് ചെയ്ത് ഇനി കുറച്ച് കഴിയുമ്പോ അതായിരിക്കും എക്സ്പെരിമെന്റ് ഓൺ യുവർ സെൽഫ്. ഇനി പുതിയ ട്രെൻഡ് എന്താ അറിയോ? ഒരു 3 ഡിവോഴ്സ് കഴിഞ്ഞാലാണ് റിയൽ അറിയാം, മനസ്സിലാവുള്ളൂ. അങ്ങനത്തെ സാധനം പറയാമല്ല, അതൊക്കെ നോർമലൈസ് ചെയ്യും. ഇനിയിപ്പോ അതല്ലടാ, ഇനിയിപ്പോ ഈ ആലോചിക്കും ഇതിന്റെ ഒക്കെ എക്സ്ട്രീം കേസ് പെഡഫൈല് എന്ന് വെച്ചാൽ പിള്ളേരിനെ ഇഷ്ടമുള്ള ആൾക്കാർ വരിക പറയാ ഞങ്ങൾ ഇതാണ്, ഞങ്ങൾക്ക് പിള്ളേരെ ഇഷ്ടമാണ്, ഞങ്ങൾക്ക് പിള്ളേരെ ഇഷ്ടം, ഞങ്ങൾക്ക് പിള്ളേരെ ചെയ്യണം, അങ്ങനെ പറഞ്ഞ എന്താ പറയാ, അല്ലെ സൈക്കോസ് വരികയാണ്, ഞങ്ങൾക്ക് ആവുള്ളൂ. അത് നോർമലൈസ് ചെയ്യാൻ പറ്റും. നോർമലൈസ് ഇത് ഇതിനൊക്കെ ഒരു ലൈന് വേണ്ടേ? ഇത് എവിടെ വെച്ചിട്ട് ഇതിനൊക്കെ പണ്ടായാലും എടാ, ഇപ്പൊ ഒരു സൈക്കോളജിസ്റ്റ് പറഞ്ഞ ഞാൻ കേട്ടോ, അതായത് ഇന്ത്യയില് മാരേജ് സേക്രഡ് ആയിട്ട് കാണുന്നോണ്ടാണ് ഇന്ത്യയിലെ ഡിവോഴ്സ് റേറ്റ്സ് കുറയണെന്ന്. അതായത് എല്ലാവരും അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കണം. അതിനകത്ത് ഇപ്പൊ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് കുറെയൊക്കെ സത്യം ഉണ്ടെന്ന് തന്നെ വെക്കി, എന്നാലും ആ ഒരു സാധനം ഉള്ളതുകൊണ്ട് എത്ര മാരേജ് വർക്കൗട്ട് ആയിട്ടുണ്ട്. അതാ. പക്ഷെ ഇവര് പറഞ്ഞ അപ്പൊ അവര് ചിന്തിക്കുന്ന വെച്ചാൽ അങ്ങനെ വർക്കൗട്ട് ആക്കിയിട്ട് കാര്യമില്ല, അവിടെ ഹാപ്പിനെസ് ഇല്ലാന്ന്. അങ്ങനെ വെറുതെ അപ്പൊ എന്താ സംഭവിക്കുന്ന വെച്ചാൽ ഇപ്പൊ പറഞ്ഞ കാര്യത്തിന് ഇത് അത് നല്ലൊരു കോൺട്രവേഴ്സ്യൽ ആയിട്ടുള്ളതാ. അപ്പൊ അങ്ങനെ ആ ഒരു കാര്യത്തിന് അവരെങ്ങനെ കാണുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ അങ്ങനെ അവരെന്താന്ന് വെച്ചാൽ അവിടെ വുമൺ എന്ത് ചെയ്യാണ് ഇതായിക്കൊണ്ടിരിക്കുകയെന്നാ പറഞ്ഞേ. അതാണ് വുമൺ ഭയങ്കര എൻസ്ലേവ്ഡ് ആണെന്നാ പറഞ്ഞത്. അതെ, കാരണം അങ്ങനത്തെ ഒരു സാഹചര്യങ്ങളിൽ അത് ഡിപ്പെൻഡ്സ് ഓൺ ദ സിറ്റുവേഷൻ ആണ്. മെന്നും അതേപോലെ തന്നെ ആയിക്കൊണ്ടിരിക്കുന്നത്, വുമണും ഒരേപോലെ ആക്കണം. ഇത് രണ്ടാൾക്കാരും അങ്ങനെ ആവുകയാണ്. കാരണം എന്താ, ഈ ക്വിറ്റിംഗ് ഒരു ഓപ്ഷൻ ഇല്ലാന്ന്. ഇത് പിന്നെ എന്താന്ന് വെച്ചാൽ ഇതിങ്ങനെ ക്വിറ്റിംഗ് ഇതിങ്ങനെ ഒരു ഓപ്ഷൻ ആയി വന്നു വെച്ചാൽ ചിലവർ നല്ല രീതി എക്സ്പ്ലോയിറ്റഡ് ആയി. ചില പെണ്ണുങ്ങളെ അത്ര ഇതാക്കി ചില ആൾക്കാർ അങ്ങനെ ആക്കിയതിന്റെ പേരിൽ എന്ത് ചെയ്യാണ്, അതിനൊരു എംപവർമെന്റ് കൊടുക്കുന്നു. അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സംഭവങ്ങൾക്ക് വേണ്ട, നിങ്ങൾക്ക് വേണ്ടെന്ന്. പക്ഷെ അതിന്റെ എക്സ്ട്രീമിറ്റി ആയിപ്പോ എന്തേലും ഒരു ഇതാവോ ഒരു ആമ്പിള്ളേര് എന്ത് ചെറിയ കാര്യം ചെയ്താലും അപ്പൊ ഇറക്കാണ് ആ ഡയലോഗ് ഇറക്കും. പിന്നെ ഡയലോഗ് നാർസിസിസം അല്ലെങ്കിൽ എക്സ്പോ എന്തോ ആവട്ടെ, അതൊക്കെ ഓക്കെ. ഇപ്പൊ ഇവർക്ക് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ അൾട്ടിമേറ്റ്ലി ഇവരെ ഇഷ്ടപ്പെട്ടത് എന്തുകൊണ്ടാ? അതാ ചോദിക്കണേ. ഇവരിഷ്ടപ്പെട്ടത് അവരുടെ ആ ഒരു ക്യാരക്ടർ കണ്ടിട്ടാണ്. അതെന്തോ ആവട്ടെ. പിന്നെ അതിന് വേറെ പേരുകൾ ഇട്ട് വന്ന് അത് എപ്പോഴാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് സത്യത്തിൽ എനിക്ക് തോന്നിയൊരു ട്രെൻഡിക്ക് തോന്നിയ കാര്യം എന്താ പറയുക, ഇവരൊരു സാധനത്തിന് ഇഷ്ടപ്പെട്ട് ഇവർക്ക് അത് ഇഷ്ടപ്പെട്ട് അതിനുശേഷം ഇവരെന്ത് ചെയ്യാണ്, അത് ചില പ്രശ്നങ്ങൾ വന്ന് ഈ പ്രശ്നങ്ങൾ വരുമ്പോ ഇവരപ്പുറത്ത് നോക്കുമ്പോ അവിടെ നല്ല ഒരു ഇത് നടക്കുന്നു. ആ ചെക്കനാണെങ്കിൽ അങ്ങനെ നടക്കുന്നത്. ഇത് കാണുമ്പോ ഇൻസ്റ്റയിൽ നോക്കുമ്പോ അവര് പിന്നെ ഇൻസ്റ്റയിൽ നോക്കുമ്പോ അന്നെ അങ്ങനെ ട്രീറ്റ് ചെയ്യാൻ അങ്ങനെ അന്വേഷണം അങ്ങനെ ഈ ഒരു എന്താ പറയുക ഒരു ഫാന്റസി സാധനം ഉണ്ടല്ലോ. ചിലവർക്ക് അത് ഭയങ്കര എല്ലാത്തിലും അങ്ങനെ വേണം എന്നൊക്കെ ആവും. ചില കാര്യങ്ങൾ ചില ആമ്പിള്ളേർ നിന്ന് കൊടുക്കും, അങ്ങനത്തെ ആമ്പിള്ളേരുണ്ടായില്ല, അതിന് ഇതില്ല. പക്ഷെ എല്ലാ ആമ്പിള്ളേരും അങ്ങനെ അല്ല. അതാണ് പിന്നെ അതല്ല, എല്ലാ ആമ്പിള്ളേരും അങ്ങനെ അല്ലാന്ന് മാത്രല്ല, ഇവർക്ക് ഇഷ്ടപ്പെടുന്ന ആമ്പിള്ളേർ മറ്റേതാ. ഇനിയിപ്പോ ഇത് പോട്ടെ, ഇവരിപ്പോ അങ്ങനെ പറഞ്ഞിട്ട് ഈ പറഞ്ഞ ആള് അത് ചേഞ്ച് ആയിന്ന് വിചാരിച്ചോ, അങ്ങനെ ചേഞ്ച് ആയിട്ടുണ്ടെങ്കിൽ ഇവർക്ക് ഇഷ്ടപ്പെടില്ല. ഇവർ പറയാ ദിസ് ഈസ് നോട്ട് യു, ഐ സീ യു ആസ് അനദർ പേഴ്സൺ, നീ അല്ല. കാരണം എന്താ അവര് നോക്കുമ്പോ എന്താ വെച്ചാൽ ഇത് വേറെ ഏതോ ആള്. കാരണം ഇവര് മാറിക്കൊണ്ട് മാറി. അതാണ് പ്രശ്നം. ഇതൊക്കെ എന്നിട്ട് പിന്നെ എന്താ അത് പാവാ. ആമ്പിള്ളേര് ഇത് മാറാൻ ശ്രമിച്ച് ഇവള് ഇതിങ്ങനെയൊക്കെ പറയാനായിട്ട് മാറി കഴിയുമ്പോ ഈ ഡയലോഗ്. അതെ, മാറി കഴിയുമ്പോ ഈ ഡയലോഗ്. അപ്പൊ നല്ല അവസ്ഥയാണ്, നല്ല ബെസ്റ്റ് അവസ്ഥയാണ് അവൻ. കാരണം ഇതിനെ കണ്ടിട്ടാണ് ഇഷ്ടപ്പെടുന്നത്. പിന്നെ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ഇഷ്ടപ്പെടലും അല്ലെങ്കിൽ ആ ഒരു പ്രശ്നത്തിന്റെ സമയത്ത് കറക്റ്റ് ആയിട്ട് ഈ പറഞ്ഞ പോലെ ഇത് വരികയാണ്. ലൈക്ക് ഇപ്പൊ ഞാൻ ആലോചിക്കുന്നത് മുന്നൊക്കെ ബെസ്റ്റിന്റെ ആ ഒരു സാധനം ഉണ്ടല്ലോ, ബെസ്റ്റിനെ ഇപ്പൊ ഞാൻ പറയുകയാണെങ്കിൽ അതിനൊക്കായും ഇതപ്പത്തെ ഈ ഇൻസ്റ്റ അത് നോക്ക്. കാരണം ആ ബെസ്റ്റി പറഞ്ഞ ആളുണ്ടല്ലോ, ആള് മാത്രമേ ഇൻഫ്ലുവൻസ് ചെയ്യുള്ളൂ. കണ്ണി കണ്ടവര് അതും
ഇവര് വന്നത് ലിവിങ് സിറ്റുവേഷൻ വേറെയാണ്, അവരുടെ കൾച്ചർ വേറെയാണ്. അതാണ് മനസ്സിലായി? ലൈക്ക് അവരുടെ പാരന്റ്സ് നോക്കിയിട്ടില്ല, അവരുടെ മാരേജിന് അവർക്ക് ഒരു വിലയില്ല. ഞാൻ UK 3.5 വർഷം ഉണ്ടായിരുന്നു. അവിടെ കാണുന്ന എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ സിംഗിൾ മോംസിന്റെ എണ്ണം അവിടെ കൂടി വന്നുകൊണ്ടിരിക്കുക. അത് എവിടെ പോയാലും, ഇപ്പൊ ഞാൻ എന്ത് തരം സെക്ടറിൽ പോയാലും അവിടെ ഒരു സിംഗിൾ മോം ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു 2-3 സിംഗിൾ മോം ഉണ്ടാവും. എന്താണെന്ന് വെച്ചാൽ അവിടുത്തെ ഇൻസെന്റിവൈസ് ചെയ്തേക്കാം. ലൈക്ക് നീ ഡിവോഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ നിനക്ക് ഗവൺമെന്റ് പൈസ തരും. അതുപോലെ തന്നെ ഇപ്പൊ കുട്ടി ഉണ്ടെങ്കിൽ കുട്ടീന്റെ ചെലവ് എന്ന് പറഞ്ഞിട്ട് കല്യാണം കഴിക്കുക. കുട്ടീന്റെ ചെലവ് എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ഡൈവോഴ്സ് ചെയ്ത ആള് പൈസ കൊടുക്കും. എന്നിട്ട് ആ പൈസ കൊടുത്തിട്ട് ഇവൾക്ക് അവിടെ 1000 രൂപ വേണമെങ്കിൽ കറങ്ങാൻ പോവാ, ക്ലബിൽ കുട്ടി ഉണ്ടാക്കുക എന്നുള്ളതാണ് സംഭവം. ഇപ്പൊ അത് എക്സ്പ്ലോറ്റ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരെ എനിക്കറിയാം. മനസ്സിലായി? അപ്പൊ ഇൻസെന്റിവൈസ് ചെയ്ത് പറ്റാത്ത അവസ്ഥ. അതാണ് ഇത് ആ ലെവലിലത് പോണേ, ഇത് ഉറപ്പാ. ഇത് ആ ലെവലിലേക്ക് അത് പോണേ, അറിയാലോ. അത് ഇപ്പൊ കല്യാണം പോലും വേണ്ടെന്നുള്ള രീതിയായി. ഇപ്പൊ കല്യാണം ഉണ്ടെങ്കിൽ തന്നെ ഇവർക്ക് എന്നിട്ട് ലൈക്ക് എന്താ സംഭവിക്കുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഓക്കെ ഇവര് പറഞ്ഞ പോലെ അങ്ങനെ ഒരു മിനുങ്ങനായിട്ടുള്ള ഒരു ആളിനെ വേണമെന്ന് വിചാരിച്ചോ. ഈ മിനുങ്ങനായിട്ടുള്ള ആളിനെ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഇവൾക്ക് ആൽഫ ടൈപ്പ് ഒരാളിനെ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരാളിനെ കണ്ടിട്ടുണ്ടെങ്കിൽ ഇവൾക്ക് അവനോട് അട്രാക്റ്റഡ് ആവുകയാണ്. എന്നിട്ട് ആ ആളിനായിട്ട് അട്രാക്റ്റഡ് ആവുന്നു, ആൾ ഇതാവുന്നു, ആളിനായിട്ട് 2-3 പ്രശ്നമാവുന്നു, ആളെ വിടുന്നു, അടുത്ത ആളെ അട്രാക്ട്. ഈ ഒരു പ്രോസസ് എന്നിട്ട് ആ ആളിനെ പിന്നെ മെരുക്കി മിനുങ്ങണ ആക്കുന്നു. അപ്പത്തേക്ക് അടുത്ത ആള് വരുന്നു, അടുത്ത മെയിൻ വരും. ഈ ഒരു പ്രോസസ് ഇങ്ങനെ പോവാണ്. ഇതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ എത്രത്തോളം ഇതാവും ഒരു ഐഡിയ ഇല്ല. കാര്യം അതാ ഞാൻ പറഞ്ഞേ, നമ്മള് ആമ്പിള്ളേര് ആവാൻ പറ്റിയ സിറ്റുവേഷനാ കേരളത്തില്. എല്ലായിടത്തും ഇപ്പൊ മൊത്തത്തിൽ ആ ലെവലായിട്ട് മൊത്തം ഇന്ത്യയില് ഭയങ്കര പുഷിങ് ഉണ്ടാ. ഞാൻ പറഞ്ഞില്ലേ ഇത് വെച്ചിട്ട് ഇത് തന്നെ എന്ന് വെച്ചാ ഓരോ ടീംസും ഓരോ ലൈക്ക് എങ്ങനെ ഒരു മാസമായിട്ടുള്ള ഒരു ഓഡിയൻസിനെ അവർക്ക് പിടിച്ചെടുക്കണ്ടേ. പിന്നെ അപ്പൊ ഞാൻ റീൽ ചെയ്യുന്ന ആളാണ്, ഞാൻ നല്ല രീതിക്ക് ഒരു കാര്യം പറഞ്ഞു, അത് റീച്ച് ഇല്ല. അപ്പൊ എന്ത് ചെയ്യൂ, ഇതേപോലത്തെ എന്തെങ്കിലുമൊക്കെ പറയൂ. എന്നുവെച്ചാ ഇപ്പൊ ഈ പറഞ്ഞ പോലെ കോൺട്രവേഴ്സി ഇപ്പൊ എനിക്ക് ഒഴിച്ചു നീ വിട്ട് ലൈക്ക് എനിക്കിപ്പോ ഒരാളെ ഒരു കാര്യത്തിന് ഇഷ്ടപ്പെടുന്നില്ലേ, അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെ ഒരു ഇതില്ലേ, ഒഴി എന്തിനാ വെറുതെ അങ്ങനത്തെ ഒരു ഇത് വെക്കേണ്ട കാര്യം. അത് ഈ പറയുന്ന ആൾക്കാരുടെ റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു oh yeah, no props. We didn't have anything else, so we just had to use that. We had to improvise. No, it's fine. Yeah, come on. Where are you guys from? We're in Ram. You Oh, you guys are from here? No. It's at the university. University, yeah. In Iraq. Yeah. Which yeah, which major? Yeah. AI. We are also. We are mechatronics engineers. He was in UK. He finished masters in AI, and we both have company here in UAE as well. How old are you? 27. Yeah. And We have do you know of Infi? Yeah, it's a business incubator. We have a AI-based startup. Yeah. Ah. So it's just for university. Yeah. For the university. Oh, you guys are like, where are you originally from? I'm from Jordan. Jordan. Nice. Egypt. Oh, nice. Very nice. Nice to meet you. So you guys will be here like for how long? My name? Yeah. Huda. Huda. Okay. Dua. Celine. I'm Shahir and I'm Joel. Nice to meet you. Nice meeting you guys. Cheers. Okay. നമുക്ക് വരാനോ പോവാനോ കിട്ടാനോ ഇതൊന്നല്ല പ്രശ്നം. നമുക്ക് എന്താണെന്നറിയടാ, ഈ സംഭവിക്കുന്ന കാര്യങ്ങൾ. കാരണം ഇപ്പൊ നമ്മൾ രണ്ടാളും ഓണ്ടർപ്രണേഴ്സ് ആണ്. ഓക്കെ, നമ്മൾ എന്താ വെച്ചാൽ ഒരു പ്രശ്നം കാണുന്നു, അതിന്റെ സൊല്യൂഷൻ ഉണ്ടാക്കുന്നു. അത് പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല നമ്മൾ തുടങ്ങി, അല്ലല്ലോ. പൈസ ഉണ്ടാക്കാനോ എന്തല്ല, നമ്മൾ സൊല്യൂഷൻ കാണുന്നത് ഫോർ ദ ബെറ്റർമെന്റ് ഓഫ് ഹ്യൂമാനിറ്റി. ഇമ്പാക്ട് ഉണ്ടാക്കണം. അതെ. ഇപ്പൊ ഞാനൊക്കെ കണ്ടെന്ന് വെച്ചപ്പോ ഞാനൊക്കെ ഈ ഒരു ഓണ്ടർപ്രണർഷിപ്പ് ലെവലിലേക്ക് വന്നിട്ട് തന്നെ ഇപ്പൊ സ്റ്റീവ് ജോബ്സിനെ കണ്ടിട്ടാണ്. അപ്പൊ ആളൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് വെച്ചാൽ ഐ ചേഞ്ച് പീപ്പിൾസ് ലൈഫ് യൂസിങ് ടെക്നോളജി എന്ന് പറഞ്ഞില്ല. ആ ഒരു ടെക്നോളജി ഇസ് എൻ ആർട്ട് അല്ലെ. ടെക്നോളജി ഒരു ആർട്ടാണ്. ആ ഒരു ആർട്ട് യൂസ് ചെയ്തിട്ട് ഇപ്പൊ ചിലവർക്ക് നല്ല മ്യൂസിക് ഉണ്ടാക്കിയിട്ട് ആൾക്കാരെ ഫീൽ ഗുഡ് ചെയ്തിട്ടുണ്ട് അല്ലെ. അപ്പൊ നമ്മളൊക്കെ എന്ന് വെച്ചാൽ നമ്മളൊക്കെ ഈ ഒരു സെക്ടറിൽ വന്ന് തന്നെ ഉണ്ടെങ്കിൽ വെച്ചാൽ ഈ എയും അല്ലെങ്കിൽ ഈ വകത്തെ ടെക്നോളജി യൂസ് ചെയ്തിട്ട് എങ്ങനെ ഗുഡ് ഇമ്പാക്ട് ഉണ്ടാക്കാം വേൾഡില്. അതേപോലത്തെ ഒരു ഇമ്പാക്ട് ഉണ്ടാക്കാൻ ഇതിങ്ങനെ പെലഞ്ഞോണ്ടിരിക്കാണ്. ഇതിനു വേണ്ടിട്ട് ഇപ്പൊ നമ്മളിത് ചെയ്യണം. ഇതിപ്പോ ചെയ്തിട്ട് വലിയ സംഭവം വിചാരിച്ചിട്ടല്ല, പക്ഷെ നമ്മളുടെ പാർട്ടി നമ്മൾ വെറുതെ ഒരു വീഡിയോ എടുക്കാൻ വിചാരിച്ച് വന്നിരുന്ന് എടുത്ത് ഇതിനിപ്പോ പോലും നമുക്കറിയില്ല. ബട്ട് സ്റ്റിൽ നമ്മളുടെ പാർട്ടി നമ്മൾ ചെയ്യണം. അത്രേ ഉള്ളൂ.
കാരണം ഇത് ലൈക്ക് ഇതൊന്ന് ആരെങ്കിലും ഒക്കെ ചിന്തിച്ചാ മതി. കാര്യം ആരെങ്കിലും ഒക്കെ ചിന്തിച്ചാൽ കാരണം വെച്ചാൽ ആ ഒരു ഇനി അതുമല്ല വിട്ടിട്ടാ. ഇനിയിപ്പോ ഞാൻ ഒരു കാര്യം കൂടി പറയാം. ഇപ്പൊ ഇവര് എന്നിട്ട് ഇതാക്കി വിചാരിച്ചോ, ഇവര് ഇതിന്റെ ഉള്ളിൽ നിന്ന് പോണില്ല. ഇവർ അതിന്റെ ഉള്ളിലാ. ഇപ്പൊ നെറ്റ്ഫ്ലിക്സിലെ സീരീസ് കണ്ടിട്ടുണ്ട്, സോഷ്യൽ ഡിലേമ. അതിലത്തെ ആള് പറഞ്ഞത് ഇതാ. ഞാൻ ലൈക്ക് അവിടെ പോയിരുന്ന് എടുത്താലാ. ഓക്കെ, നമ്മളിപ്പോ എന്താ വെച്ചാലേ നമ്മൾ നിർത്തി എവിടെയായിരുന്നു? നമ്മൾ ഈ ഫെമിനിസത്തിന്റെ കാര്യം തന്നെ. മൊത്തത്തിൽ തന്നെ ലൈക്ക് മൊത്തത്തിൽ പെലഞ്ഞോണ്ടിരിക്കണ കാര്യം. ഇതിങ്ങനെ എത്രത്തോളം വെച്ചിട്ടാണ് സഹിച്ചോണ്ടിരിക്കുന്ന ആൾക്കാര്. കൊറേ ഇപ്പോഴത്തെ ഒരുവിധം ആമ്പിള്ളേര് സഹിക്കണ്ട ഒരുപാട്. ഒരുപാട് സഹിക്കേണ്ടത് മാത്രല്ല, യു ഹാവ് ടു നോ ടു ഡീൽ വിത്ത് ഇറ്റ്. ആ ഒരു അവസ്ഥ എത്തിക്കണ്. ഒരു സ്റ്റാൻഡ് എടുക്കാൻ പറ്റുമോ? ഇപ്പൊ ആണാണോ, ഒരു നല്ല രീതിക്ക് ഒരു ആണാണോ, ഈ എന്താന്ന് വെച്ചാൽ ഒരു സൈക്കോളജിസ്റ്റിന്റെ അടുത്ത് പോയിട്ട് യു ഹാവ് ടു ലേൺ ഹൗ ടു ഡീൽ വിത്ത് വുമൺ. വെറുതെ പറയില്ല. ഇപ്പൊ നല്ലൊരു ആണാണ് ഡീൽ വിത്ത് മോഡേൺ വുമൺ. അതാണ്. കാരണം നമ്മളുടെ ഇതിൽ വരുമ്പോ ഇപ്പൊ ജെൻസി ഒക്കെ ആ ലെവലിൽ ഇവർക്ക് അൾട്ടിമേറ്റ്ലി ഇവർക്ക് അട്രാക്റ്റഡ് ആവുന്നത് എന്താണ്? ഇങ്ങനത്തെ ആൾക്കാരോടാണ്. പക്ഷെ ബട്ട് ദെൻ ദേ വിൽ ബി ലൈക്ക് ഓക്കെ ബൈ. അപ്പൊ നമ്മൾക്ക് അപ്പൊ നമ്മക്ക് എന്താ പ്രശ്നം വരുന്നത് എന്താ അറിയൂടാ? ഇവർക്ക് ഈ ഒരു റീൽസും ഇവർക്ക് ഈ വകത്തെ സാധനങ്ങളൊക്കെ കണ്ടിട്ട് ഇവർ ഓൾറെഡി എന്താവുകയാണ്, ഇവർക്ക് ഇതാവുകയാണ്. നമ്മളെന്തെന്നറിയോ, നമ്മൾ പണ്ടാറടങ്ങാൻ നമ്മൾ ഇഷ്ടപ്പെട്ടില്ലേ ആ ഒരു കാര്യം. ഇപ്പൊ ആണുങ്ങള് അവർ ഇഷ്ടപ്പെട്ട് എന്നുള്ള കാരണം കൊണ്ട് അവര് ക്വിറ്റേഴ്സ് അല്ല, അവര് ഗീവ് അപ്പ് ചെയ്യണില്ല. അവരെന്ത് ചെയ്യണം, അത് എങ്ങനെ റെഡി ആക്കി എടുക്കണം എന്ന് വിചാരിച്ചു ചിലവരെങ്കിലും ഇത് ചെയ്യും. ലൈക് ക്വിറ്റ് ചെയ്യാതെ മാറാൻ നോക്കും. അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട്. മാറാൻ നോക്കി. അപ്പൊ ഓക്കെ അഡ്ജസ്റ്റ് ചെയ്യണം എന്നുള്ളത്. പക്ഷെ ഇത് അഡ്ജസ്റ്റ്മെന്റ് എല്ലായിടത്തും വരണ്ടേ? അതാ അത് ഇപ്പൊ രണ്ടുപേരും വർക്ക് ചെയ്യണമെങ്കിൽ ഓക്കെയാണ്. അല്ലെങ്കിൽ പിന്നെ ഞാൻ പറയുന്നത് വെച്ചാ ഉള്ള സ്റ്റാൻഡ് വെച്ചിട്ട് നിന്ന് സെൽഫ് റെസ്പെക്ട് കയ്യിൽ വെച്ചിട്ട് ഇറങ്ങി പോവാ. അതെ, അതാണ് ഏറ്റവും ബെസ്റ്റ് പരിപാടി. ആസ് എ മാൻ പറയാ, നമ്മളുടെ സൈഡാണ് നമുക്ക് പറയാൻ വേണ്ടി. ഇപ്പൊ ഫീമെയിൽസിന് വേണ്ടി പലതും പറയാം. പക്ഷെ ആമ്പിള്ളേരായിട്ട് നിലനിൽക്കണമെങ്കിൽ ഇതേ ഉള്ളൂ ഒരു വഴി. അതാണ്. ഇതിലിപ്പോ എന്താ വെച്ചാല് വേറെ ഒന്നും കൊണ്ടല്ല. ഇപ്പൊ ഈ ഇതിലൊന്ന് ആലോചിച്ച് നോക്ക്. ഇവർക്ക് ഈ പറഞ്ഞ പോലെ ഇതുണ്ടെങ്കിൽ ഇപ്പൊ ഇവർക്ക് ഈ പറഞ്ഞ പോലെ ഇവർക്ക് ഇമോഷണൽ ബീയിങ്സ് ആണെന്ന് പറയുന്നുണ്ട്. ഇവർ ഇമോഷണലി ഡ്രിവൺ ആണെന്ന് പറയുന്നുണ്ട്. മൊത്തത്തിൽ ഇമോഷണലി ആണ്. ഇവർക്ക് ഈ ഒരു സമയത്ത് വേണ്ടത് ഇതല്ല. വുമൺ ഇവർക്ക് ഇതാ വേണ്ടത്, അങ്ങനത്തെ ഒരു സാധനം ഇല്ലടാ. എന്നുവെച്ചാൽ ഇവർക്ക് ഇതാ വേണ്ടതെന്ന് പറയണ്ട, അതെല്ലാവർക്കും വേണ്ടത്. അതാ അവര് എന്താ സാധനം, what they say is not what they want. ശരിയാ. കാരണം അവര് വിചാരിക്കണം അതാ വേണ്ടത്. ഞാൻ തന്നെ എനിക്ക് തന്നെ അറിയാം, ഇവര് ഇതേപോലെ പണ്ടിതാണോ ഞാൻ ഇതാണെന്നൊക്കെ. എന്നിട്ട് കുറച്ച് കഴിഞ്ഞാൽ പറയും ഇതല്ല. എന്നിട്ട് നമ്മൾ അതിനെ പറ്റി ചോദ്യം ചെയ്യുക, അതിനെ പറ്റി ചോദിക്കുക ചെയ്താൽ ഇറ്റ്സ് ഡിഫറെന്റ്. അതാണ് നാർസിസിസം. എന്താണ് ഈ പണ്ടാരം? അല്ല, എനിക്ക് തോന്നുന്നു ഞാൻ ഒരു നാർസിസിസ്റ്റ് ആണ്. എനക്കോ? അതെ. അല്ല, ഇതിപ്പോ കുറച്ചു പേരെങ്കിലും എടുത്തു നോക്കിയുമ്പോ അവർക്കായാലും തോന്നണുണ്ടെങ്കിൽ ഓക്കെ. അതെന്താ തോന്നണല്ല, ഒരു നാർസിസിസ്റ്റ് ഒരിക്കലും ഒരു നാർസിസിസ്റ്റ് ആണെന്ന് അക്സെപ്റ്റ് ചെയ്യില്ല എന്ന് പറഞ്ഞേ. ഈ കാണ്ട് അക്സെപ്റ്റ്, സെൽഫ് റിഫ്ലക്ട് ചെയ്യില്ല എന്ന് ഞാനും കേട്ടു. അതാ, സെൽഫ് റിഫ്ലക്ട് ചെയ്യില്ല എന്ന് മാത്രല്ല അവര് ഇതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഇതേപോലെടാ നല്ല അസല് നാർസിസിസ്റ്റ് ആണ് നമ്മള്. പക്ഷെ നമ്മള് സെൽഫ് റിഫ്ലക്ട് ചെയ്യണുണ്ട്. അതിന്റെ അർത്ഥം എന്താന്ന് പോലെ എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ ഞാൻ പറഞ്ഞാ നാർസിസത്തില് കുറെ കാര്യങ്ങളുണ്ട്. നമ്മള് ഒരു മാനായിട്ട് നിൽക്കുമ്പോ പല കാര്യങ്ങളും നമ്മള് വിചാരിക്കണ്ടെങ്കിൽ അതൊക്കെ ഇപ്പൊ നാർസിസിസ്റ്റിക് ട്രൈറ്റ്സ് ആണെന്നാ പറഞ്ഞത്. സ്റ്റീവ് ജോബ്സ് നാർസിസിസ്റ്റ് ആണ്. ഇലോൺ മസ്ക് നാർസിസിസ്റ്റ് ആണ്. ബിക്കോസ് നാർസിസ്റ്റിക് ട്രൈറ്റ്സ് ഉണ്ട് അവർക്ക്. ഈ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റീസ് ഉള്ളവർക്കൊക്കെ ഉണ്ടല്ലോ. അപ്പൊ ലീഡർഷിപ്പ് ക്വാളിറ്റീസ് ഉള്ളവർക്കൊക്കെ ഏതെങ്കിലും അറ്റ് സം പോയിന്റ് അവർക്ക് എന്ത് ചെയ്യും, നാർസിസിസ്റ്റിക് ആയിട്ടുള്ള ക്വാളിറ്റീസ് ഉണ്ടാവും. ഇപ്പൊ ഞാൻ ചോദിക്കാൻ തരൂടാ, ഒരു ക്യാൻസർ ഉള്ള ആൾക്ക് പനിയുണ്ട്. ഓക്കെ, ഈ പനിയുള്ളവരൊക്കെ ക്യാൻസർ ഉള്ളവരാണോ? ക്യാൻസർ ഇപ്പൊ എനിക്ക് ക്യാൻസർ കോറിലേഷൻ ആണ്. അതാ ആ ഒരു സാധനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ പനിയുള്ളവർക്ക് ക്യാൻസർ ഉണ്ടെങ്കിൽ പനിയുള്ള ആൾക്കാരെല്ലാരും ക്യാൻസർ അവര് വട്ടത്തിന്റെ അകത്തല്ലോ. അതാണ്, അതേപോലെയാണ് ഇത്. ഇതെന്താ വെച്ചാൽ ചില ഇപ്പൊ നാർസിസിസ്റ്റ് ആയിട്ടുള്ള ഒരാൾക്ക്, അല്ലെങ്കിൽ നല്ല രീതിക്ക് ഒരു നാർസിസിസ്റ്റ് ആയിട്ടുള്ള ഒരാൾക്ക് എന്തുള്ളൂ, സെൽഫ് റിഫ്ലക്ട് ചെയ്യാൻ പറ്റില്ല. അത് മാത്രല്ല, ആ ഒരു അങ്ങനെ നല്ല രീതിക്ക് നാർസിസിസ്റ്റ് ആയ ഒരാള് ചെയ്യുന്ന കുറച്ച് ട്രേറ്റ്സ് ഉണ്ടല്ലോ. ആ ട്രേറ്റ്സിൽ ചിലപ്പോ 2, 3, 5 കാര്യങ്ങൾ മാസ്കുലിൻ ട്രേറ്റ്സ് ആണ്. അപ്പൊ ഈ 5 കാര്യങ്ങൾ എന്ത് ചെയ്യുള്ളൂ, നോർമൽ അല്ലെങ്കിൽ ഒരു കുറച്ചും കൂടി ഒരു മാൻലി ആയിട്ടുള്ള ആൾക്ക് ഉണ്ടാവും. എന്ന് വെച്ചിട്ട് ആള് നാർസിസിസ്റ്റ് അല്ല. നാർസിസിസം എന്ന് പറഞ്ഞാൽ പിന്നെ മാത്രല്ലടാ, ഇതിപ്പോ എന്താ അറിയോ, ഇപ്പൊ നാർസിസിസ്റ്റിക് എന്ന് പറയുന്ന ആ ഒരു കേസില്ലേ, അതിലിപ്പോ
ഇപ്പൊ ഈ ആലോചിച്ച് നോക്കി, ഇപ്പൊ അവർക്ക് അത് അപ്പൊ തോന്നിയില്ല, പിന്നെ ഇവർക്ക് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോ എന്തെങ്കിലും കാരണം വേണ്ടേ, അങ്ങനെയൊക്കെ തോന്നാറുണ്ട്. എന്ന് വെച്ചാൽ ഇവർക്കിപ്പോ ലൈക് ഇപ്പൊ ഇവർക്ക് ചിലപ്പോ അതായിരിക്കും ഡീപ്പർ റീസൺ അല്ലേ. ലൈക് ചിലപ്പോ അതെന്ന് ഇവർക്ക് ഒരു എന്താ പറയാ, ഇവർക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റണില്ല. ഇവര് സ്വന്തമായിട്ട് ഇങ്ങനെ ഇപ്പൊ ഇവരെന്നെ ചിലപ്പോ ചൂസ് ചെയ്ത ആളാവാം, ഇവരെന്നെ ഇഷ്ടപ്പെട്ട ഒരാളാവാം, അല്ലെങ്കിൽ അങ്ങനത്തെ ഒക്കെ ആളാവുമ്പോ ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒറ്റയടിക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല. അത് ലൈക്ക് ഐ വാസ് റോങ് എന്ന് പറയാൻ വയ്യ. കാരണം ഇവർക്ക് ഇങ്ങനത്തെ അല്ലെങ്കിൽ എന്തെങ്കിലും കാരണം ഇവർക്ക് ഉണ്ടാക്കണം. അൾട്ടിമേറ്റ്ലി ഇവർക്ക് എന്ത് ചെയ്യണം വെച്ചാൽ എന്തെങ്കിലും ഒരു കാരണം പറഞ്ഞ് ഒഴിവാകണം. അപ്പൊ എന്തെങ്കിലും ഒക്കെ പറയാ, അല്ലെങ്കിൽ നാർസിസിസം എന്ന് പറയാ, അല്ലെങ്കിൽ അത് പറയാം, അതൊക്കെ അല്ലെങ്കിൽ ഇപ്പൊ ആരെണ്ണം വേണമെങ്കിൽ നമുക്ക് അങ്ങനെ ആക്കിയെടുക്കാൻ പറ്റും. പോയി ആലോചിക്കുക, ഏതെങ്കിലും ഒരു മാൻലി ട്രേറ്റ് ഉള്ള ആളിനെ ആക്കിയെടുക്കാൻ പറ്റും. ഇനിയിപ്പോ മാൻലി ട്രേറ്റ് ഇല്ലാന്ന് വിചാരിക്കുക. ഇപ്പൊ എനിക്കൊരു ഒരാളിനെ അറിയട്ടാ. അപ്പൊ ഇവര് എന്ത് ചെയ്യാണ്, ഈ പെണ്ണ് പോയിട്ട് പറയാണ് ഇവരുടെ പാരന്റ്സിനോട്, ഇവന്റെ ഇയാള് നാർസിസിസ്റ്റ് ആണ്, നാർസിസം. അപ്പൊ വെച്ചാൽ എന്താ മോളെ നാർസിസം, അപ്പൊ പറഞ്ഞു കൊടുക്കാണ്. അപ്പൊ ഇവളുടെ മദർ പറയാ, അങ്ങനെ നോക്കുകയാണെങ്കിൽ എല്ലാ ആണുങ്ങളും നാർസിസ്റ്റ്. അങ്ങനെ സെയിം സാധനമാണ്. ഇപ്പൊ എന്റെ ഒരു ആന്റിയുടെ അടുത്ത് സംസാരിച്ചാലും പുള്ളിക്കാരത്തി പറഞ്ഞ അത് കേട്ട് കഴിഞ്ഞാൽ ഞാൻ അറിയണ മിക്ക ആമ്പിള്ളേർ അങ്ങനെയാണെന്ന്. അങ്ങനെയാണെങ്കിൽ ഒരു രീതിയിൽ വർക്ക്ഔട്ട് ആവില്ല. അപ്പൊ ആണുങ്ങൾ എല്ലാരും മിസ്റ്റേക്ക്, അതാണോ മിസ്റ്റേക്ക്, മനസ്സിലായോ? അപ്പൊ ആലോചിക്കണം, ഓക്കെ അതിനകത്ത് ഈ നാർസിസം എന്ന് പറഞ്ഞ സാധനത്തില് കുറെ സാധനങ്ങള് ആൺപിള്ളേർക്ക് ഉള്ള കാര്യങ്ങളാ. അതാ അതിന്റെ മേളില് അതിന്റെ എക്സ്ട്രീം കേസസ് ആണ് നാർസിസിസം. പക്ഷെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ നാർസിസിസ്റ്റ് ആയ ആൾക്കാരൊക്കെ ഇത് ചെയ്യേണ്ടി വിചാരിച്ചു, ഇത് ചെയ്യുന്നവരൊക്കെ നാർസിസിസ്റ്റ് അല്ല. സിമ്പിൾ പറഞ്ഞതാ. ഞാൻ പറഞ്ഞില്ലേ, വയറുവേദന എല്ലാ വയറുവേദനകളും അതല്ല നാർസിസ്റ്റിക്. എന്നിട്ട് ഇത് പറഞ്ഞിട്ട് ആമ്പിള്ളേരെ പേടിപ്പിക്കും. അപ്പൊ എന്നിട്ട് അതല്ല ആമ്പിള്ളേർ എന്നിട്ട് വീഡിയോ നോക്കുക, എന്ത് സംഭവം ഞാൻ നോക്കട്ടെ. ഫസ്റ്റ് ഒക്കെ കേൾക്കുമ്പോഴൊക്കെ നമ്മൾ നോക്കട്ടെ നോക്കുമ്പോ ശരിയാവുള്ളൂ, എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടല്ലോ. ലാസ്റ്റ് നമ്മള് ഞാൻ ചെയ്തോ എന്നിട്ട് അതല്ല എന്നിട്ട് ഇതാക്കിയിട്ട് സൈക്കാട്രിസ്റ്റിന്റെ അടുത്ത് പോവാ, സാർ ഒരു കാര്യം നാർസിസ്റ്റിക് ആണോ ഞാൻ അങ്ങനത്തെ റീൽ ഞാൻ കണ്ടിട്ടുണ്ട്. വെച്ചാൽ ഒരു റീല് ആളെ ഒരു സൈക്കോളജിസ്റ്റ് സൈക്കാട്രിസ്റ്റ് എന്താണ് ആള് റീൽ എടുക്കട്ടാ, ലൈക്ക് ഇങ്ങനെ ഇതിന്റെ അടുത്ത് ഒരു 2 ക്യാരക്ടറായിട്ട് അഭിനയിക്കുക. അതിൽ ഒരാൾ അയാൾ തന്നെ എന്ത് ലൈക്ക് ഈ സൈക്കോളജിസ്റ്റ് തന്നെ, ആളപ്പുറത്ത് വലിയ ഒരു ആണിന്റെ ഒരു വിഗ് ഒക്കെ ഇട്ടിട്ട് ജസ്റ്റ് ഒരാള്, ഡോക്ടർ I think I am a narcissist. അപ്പൊ ഡോക്ടർ who said you that? അപ്പൊ പറയൂ your girlfriend? Yes. എന്നിട്ട് എന്താ സംഭവിച്ച, നാർസിസ്റ്റിക് ആയിട്ടുള്ള ഒരാൾക്ക് എന്ത് ചെയ്യാൻ പറ്റൂല, അത് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റൂല. അവർക്ക് അത് സെൽഫ് റിഫ്ലക്ട് ചെയ്യാൻ കാരണം എന്ന് വെച്ചാൽ അത് എന്തുകൊണ്ട് അത് ആവാത്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതോ എക്സ്ട്രീം കേസ് ഒരു സാധനമാണ്. അതിപ്പോ നമ്മളെല്ലാത്തിനും ഫിറ്റ് ചെയ്യാൻ നോക്കി പിന്നെ ഞാനിത് കേട്ട് ലൈക്ക് ഇത് എനിക്ക് കറക്റ്റ് ആണോന്ന് അറിഞ്ഞൂടാ. അതായത് നാർസിസ്റ്റിക് എന്ന് പറഞ്ഞ ഒരു സൈക്കോളജിക്കൽ ഡിസീസോ അങ്ങനത്തെ ഒരു സാധനമായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുള്ള അതൊരു ഇപ്പൊ പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ് ഉണ്ട്. BCD OCD അങ്ങനെ പല ADHD ഒക്കെ കുറെ ആൾക്കാർക്ക് വേണം. അപ്പൊ ഇങ്ങനത്തെ പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സിൽ ഒന്നും ഉള്ളതല്ല ഈ നാർസിസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡറിന്. ഇപ്പൊ അത് അങ്ങനെ ആയിക്കൊണ്ടിരിക്കുക. ഇനിയിപ്പോ ഏതെങ്കിലും ഒക്കെ ഒരു വുമൺ ആയിട്ടുള്ള ഒരാള് മുകളിൽ എത്തിയിട്ടുണ്ടെങ്കിൽ അതും കൂടി അയൽക്കണ്ട ആക്കിയെടുക്കും. കാരണം ഇവർ പറഞ്ഞെന്താന്ന് വെച്ചാൽ, ഇവർ പറഞ്ഞതിലൊരു കാര്യമുണ്ട്. എന്താ വെച്ചാൽ ഇവർ പറഞ്ഞാൽ അതിന് സെയിം പാറ്റേൺ ആണെന്ന് വെച്ചാൽ നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ള ആൾക്കാർ അല്ലെങ്കിൽ അങ്ങനത്തെ ഡിസോർഡർ ഉള്ളതായിട്ട് വിശ്വസിക്കുന്ന ഒരു പാറ്റേൺ ഉണ്ടെന്ന്. പക്ഷെ ഇപ്പൊ ചോദിക്കുന്ന ചോദ്യം എന്താ വെച്ചാല്, ആ പാറ്റേൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആണ് എന്നുള്ള ആ ഒരു പാറ്റേൺ ആണുങ്ങൾ ഇപ്പൊ എന്താ വെച്ചാൽ പണ്ട് വെച്ചാൽ എല്ലാവരും അങ്ങനെയായിരുന്നു. എല്ലാവരും ആണുങ്ങളായിരുന്നു, അവർക്ക് അതിൻ്റെതായിട്ടുള്ളത് ഉണ്ടായിരുന്നു. അപ്പൊ എല്ലാവരും നാർസിസ്റ്റിക് ആയിരുന്നു. പിന്നെ നോക്കുമ്പോ എന്താ വെച്ചാൽ അപ്പൊ അങ്ങനെ ഒരു നാർസിസ്റ്റിക് എന്ന് പറഞ്ഞ ഒരു ഇതില്ല. പിന്നെ പാവാടകൾ വന്നു നോക്കിയപ്പോഴാണ് ഇതിപ്പോ അറിയാലോ, ഇപ്പൊ പാവാടകളല്ല അങ്ങനത്തെ ആൾക്കാരെ നോക്കിയപ്പോഴാണ് മനസ്സിലായി ആണുങ്ങളിലൊക്കെ നാർസിസിസ്റ്റും ആയി, പാവാടകൾ മെന്നും ആയി. പിന്നെ നിനക്ക് ലൈക്ക് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കുന്ന ആൾക്കാരോട് ഇപ്പൊ വുമണിന് റെസ്പെക്ട് ഇല്ല ഫസ്റ്റ് ഓഫ് ഓൾ. പക്ഷെ നമുക്കായാലും ഒരു റെസ്പെക്ട് തോന്നില്ല. ലൈക്ക് വേറെ മെന്നിന് പോലും റെസ്പെക്ട് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ജീവിക്കണേക്കാളും ഇറങ്ങി പോണം. അങ്ങനത്തെ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ അതിനേക്കാളും വേണം നിർത്തിയിട്ട് പോയി സെൽഫ് റെസ്പെക്ട് കൊണ്ട് അവിടുന്ന് രക്ഷപ്പെടാം. പെണ്ണുങ്ങളുണ്ട് അങ്ങനല്ല, ഈ പറഞ്ഞ പോലത്തെ ഈ ഫെമിനിൻ ആയിട്ടുള്ള പെണ്ണുങ്ങളുണ്ടല്ലോ, ലൈക്ക് ഓക്കെ അങ്ങനത്തെ പെണ്ണുങ്ങളുണ്ട്. സംഭവം കുറവാണ്. ഇറ്റ് ഈസ് എ റെയർ വൾനറബിൾ ആൻഡ് എക്സ്റ്റിങ്ക്ട് ആവാൻ പോണ ഇതാണെങ്കിൽ കൂടെ there are people like that. ഇത് ഏകദേശം തീരാൻ പോവാടാ. ഇപ്പൊ ഇനിയിപ്പോ ആലോചിച്ചോക്ക്, ഇപ്പൊ AGI വന്നേ, അതാ
അതുകൂടി വന്നാ തീർന്ന്. അതാ Because ജനറൽ ഇന്റലിജൻസ്. ഇപ്പൊ ചെയ്യണല്ല, ഇപ്പൊ ആമ്പിള്ളേര് ചെയ്യണ എല്ലാം ചെയ്തോളൂ. അന്ന് പ്രാവശ്യം നമ്മൾ ആ മറ്റേ റിസർച്ച് പേപ്പർ വായിച്ചപ്പോ ഒരു ഇത് പറഞ്ഞില്ലേ, എന്ത് ലൈക്ക് ഏതൊരു എഐനോട് എന്തോ ചോദിച്ചു വുമന്റെ അല്ല, ഞാനൊരു യൂട്യൂബ് വീഡിയോ അത് ലൈക്ക് എന്തോ ഇതേപോലത്തെ എന്തോ ഒരു കേസ്, എന്താ അതിനെ പറ്റിയിട്ട് കുറച്ചും കൂടി ഒന്ന് നോക്കിയതിനു ശേഷം നമുക്ക് പറയാം. കാരണം ഇതേപോലത്തെ എന്തോ ഒരു കേസിൽ എഐനോട് ഇങ്ങനെ ചോദിക്കുമ്പോ ഇതിങ്ങനെ കറക്റ്റ് പറയാം. കാരണം അതിന് കുറച്ചും കൂടി ഒരു റീസണിങ് ഉണ്ടല്ലോ. ഇപ്പൊ അതാ ഇപ്പൊ ഏറ്റവും പറ്റും. ഇപ്പൊ വുമണിനൊക്കെ കേസുകൾ വെച്ചിട്ട് റീസണിങ് കറക്റ്റ് എഐ പറഞ്ഞു കൊടുക്കും, ഏജൻസ് പറഞ്ഞു കൊടുക്കും നല്ല രീതിക്ക്. മക്കളെ പോയിട്ട് സത്യം എന്നാ പോലും അങ്ങനെ നോക്കിയുമ്പോ കുറച്ച് കഴിയുമ്പോ ഞാൻ പറഞ്ഞാ ഇപ്പൊ എഐസ്, ഗേൾ ഫ്രണ്ട്സ്, ബോയ് ഫ്രണ്ട്സ് ഒക്കെ വരും. അപ്പൊ ഈ ഒരു സാധനം കുറച്ചും കൂടി മാറേ ഉള്ളൂ. അല്ലെങ്കിൽ എന്താ പറയാ, ഹ്യൂമൻ ടു ഹ്യൂമൻ കണക്ഷന് ഇപ്പൊ മെന്നാവാതിരിക്കണത് ഇഷ്ടമല്ല ആൾക്കാർക്ക്. അതുപോലെ തന്നെ വുമണിനെ മാറ്റിയെടുത്ത് ലൈക്ക് ഓക്കെ ഒരു വർക്ക് സ്പേസിൽ കയറണമെങ്കിൽ വുമൺ മാസ്കുലിൻ ആവണം. അപ്പൊ അതിന്റെ ആ ഒരു വർക്ക് സ്പേസ് ആവാൻ വേണ്ടിട്ട് വുമൺ മാസ്കുലിൻ ആവുമ്പോ ഈ മെന്നിനെ ഇഷ്ടപ്പെടില്ല. അങ്ങനെ പ്രശ്നമായ എന്താണ്, ഒരു വർക്ക് ചെയ്യുമ്പോഴേ അല്ലെങ്കിൽ ഒരു ജോലി ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർക്ക് ഒരു മാസ്കുലിനിറ്റി ട്രൈറ്റ് ഉണ്ടാവണം. ബിക്കോസ് കോമ്പറ്റേറ്റീവ് ഒന്ന് പോണം, അവിടെ പോണം, അവിടെ കുറച്ചെങ്കിലും ഒരു പുഷ് ആവണമല്ലോ. അതെ 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 അതെ, അതൊക്കെ ഒരു മാസ്കുലിൻ ട്രൈറ്റ്. ഓ ശരി, അങ്ങനെ ട്രൈറ്റ് അവർക്ക് വരുമ്പോ, അല്ലെങ്കിൽ ആ ഒരു മാസ്കുലിൻ ട്രൈറ്റ് അവർക്ക് വരുന്ന സമയത്ത് ഇവർക്ക് ഫെമിനിൻ മെന്നിനെ വേണ്ടത്, ഫെമിനിൻ മെന്നിനെ വേണം. ഓ ആലോചിക്കേ. അപ്പൊ അവർക്ക് ജോലി കിട്ടും അങ്ങനത്തെ ഒരു സാഹചര്യം. ഇപ്പൊ ഒറ്റ സിമ്പിൾ ആയി പറയുമ്പോ അവർക്ക് ജോലി കിട്ടുമ്പോ അവർ കുറച്ചും കൂടി ഒരു മാസ്കുലിൻ ട്രൈറ്റ് വന്നിട്ടുണ്ടാവും. ആ മാസ്കുലിൻ ട്രൈറ്റ് വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് മാസ്കുലിൻ ആയിട്ടുള്ള ആൾക്കാർ, അവർക്ക് കുറച്ചുകൂടി ഫെമിനിൻ മിണങ്ങന്മാരല്ല. അതാ ആലോചിച്ച് നോക്കുക. അപ്പൊ ആ റിലേഷൻഷിപ്പില് ആ വുമണാണ് അവനേക്കാളും മാസ്കുലിൻ, അവൻ മെന്നായി നിൽക്കുമ്പോ. അങ്ങനത്തെ ഒക്കെ റിലേഷൻഷിപ്പ് ഉണ്ട്. ഉണ്ട് ഉറപ്പായിട്ടും. അതിങ്ങനെ വളർന്ന് കൂടിക്കൂടി വരണ്ടോന്ന് ഡൗട്ട് ഉണ്ടെന്നുള്ളു. ഇപ്പൊ ഞാൻ ആലോചിക്കണം എന്താ, ഇതിപ്പോ നമ്മളിപ്പോ വീഡിയോ ചെയ്തിട്ട് ഇങ്ങനൊക്കെ ആവണം ഞാനെന്ന് പറഞ്ഞിട്ട് അത് ആ രീതിയിലാവുക. ആയിക്കോട്ടെ, നല്ല എന്ത് നമ്മള് വീഡിയോ ചെയ്തിട്ട് നോക്കുമ്പോ, നമ്മള് നല്ല വീഡിയോ ഇതൊക്കെ കണ്ടിട്ട് നോക്കുമ്പോ ഇങ്ങനെയൊക്കെയാണല്ലോ പെണ്ണുങ്ങളാ പോയി, അപ്പൊ ഞാനും അങ്ങനെ ആവണമെന്ന്. ദൈവമേ, റിവേഴ്സ് എഫക്ട്. ഇതല്ല നമ്മൾ ഉദ്ദേശിച്ചത്. എംപവർമെന്റ്. ലോകത്ത് ഇങ്ങനെയൊക്കെ സംഭവിക്കണ്ടോ, ഞാനും ഇങ്ങനെ ആവണമല്ലോ. ഇപ്പൊ അങ്ങനല്ല. ഇപ്പൊ എന്താ വെച്ചാൽ എല്ലാവർക്കും എക്സ്പോഷർ ഉണ്ട്, എല്ലാവർക്കും കാര്യങ്ങളുണ്ട്, എല്ലാവർക്കും റീലുണ്ട്, എല്ലാവർക്കും ഇതുണ്ട്. അതൊക്കെ കണ്ടിട്ട് പക്ഷെ അതിന്റെ നല്ല സൈഡ് നോക്കി കുഴപ്പമില്ല. പക്ഷെ എടാ, സിമ്പിൾ എക്സാമ്പിൾ എടുത്താൽ മതി. ഇത് ഇപ്പൊ ഇന്ത്യയിൽ നടക്കുന്നുണ്ട്. ഇത് കുറെ മുമ്പ് ഇവിടെ ട്രൈ ചെയ്യണതാ. ഈ ട്രൈ ചെയ്ത് ഇപ്പോഴത്തെ അവിടുത്തെ കൾച്ചർ എത്ര മോശമാണെന്ന് നമ്മൾ എടുത്ത് നോക്കിയുമ്പോ മനസ്സിലാവും. ലൈക് ഡിവോഴ്സ് റേറ്റ്സ് ഒക്കെ സ്കൈ റോക്കറ്റ് ചെയ്യാ. അപ്പൊ അത് വർക്കൗട്ട് ആയ ഒരു സംഭവമാണോ? അങ്ങനെ ആലോചിച്ചാൽ മതി. ഈ ഒരു ഇവര് മൊറാലിറ്റി പറയുന്നുണ്ട്, ഭയങ്കര മൊറാലിറ്റിയാണ്. ഓക്കെ, ഇങ്ങനെ ചെയ്യണം, ഇങ്ങനെ ആവണം, പണ്ടത്തെ സീക്രട്ട് ഉള്ള മാരേജ് ഇതൊക്കെ ഉണ്ടാക്കി വെച്ചേക്കണാണ്. ഫാമിലി എന്ന് പറഞ്ഞ സാധനം അങ്ങനത്തെ ഇമ്പോർട്ടൻസ് ഒന്നും വേണ്ട. എന്നിട്ട് അവരുടെ കൾച്ചറും അവരുടെ നാടും എങ്ങോട്ട് പോണേന്ന് മാത്രം നോക്കിയാൽ ആ എൻഡ് റിസൾട്ട് നോക്കി കഴിയുമ്പോ നിങ്ങൾക്ക് മനസ്സിലാവും, ഓക്കെ ഇതിനകത്ത് എന്തൊക്കെയോ തെറ്റുണ്ടല്ലോ. എന്താന്നുള്ളൊരു ചോദ്യം ഉണ്ടല്ലോ. പിന്നെ എന്താണ് എല്ലാ കാര്യങ്ങളും? പിന്നെ കൾച്ചർ വേണ്ട, അത് വേണ്ട, പിന്നെ എന്താ വേണ്ടേ? അതാ ഈ ഫാമിലി എന്ന് പറഞ്ഞല്ലേ, ഇപ്പൊ മെന്നായിട്ടിരിക്കുന്നതും വുമൺ ആയിട്ടിരിക്കുന്നതും ഒരു അങ്ങനത്തെ ഒരു ഫാമിലി. ഇത് ടെസ്റ്റഡ് ആൻഡ് ഇത് പ്രൂവ്ഡ് ആണ്. ടെസ്റ്റഡ് ആൻഡ് പ്രൂവ്ഡ് 2000 വർഷത്തോളം പെണ്ണുങ്ങൾ ഇതാ വരുന്നത്. അതാണ് എന്താ പറയല്ല, ആ ഒരു സാധനം പ്രൂവ്ഡ് ആണ്. ഇത് മെന്നിന്റെ ഒരു ക്രൈസിസ് വന്നു നോക്കട്ടെ. എന്തെങ്കിലും ഒരു ക്രൈസിസ് വരുമ്പോ ശരിക്കും ഈ പറയണ മെന്നിന്റെ ആവശ്യം നമുക്ക് ജസ്റ്റ് മനസ്സിലാവും. ആളുകൾ വേണം. അപ്പൊ ഭൂകമ്പം വരെയാണ്, വെള്ളക്കൊൽപ്പം വരെയാണ്, ഒക്കെ അത് വേണം. ഇതിപ്പോ നമ്മക്കിപ്പോ എന്താ പറയുക, നമ്മളിപ്പോ എന്താ വെച്ചാൽ നമ്മളിപ്പോ ഈ ഒരു വീഡിയോ ചെയ്യാനോ അല്ലെങ്കിൽ നമ്മൾ ഇത് ചെയ്യണം, നമുക്ക് എന്താ വെച്ചാൽ ഈ ഒരു പാറ്റേൺ കണ്ട്, കാരണം നമ്മൾ അതും കണ്ട് ആ സെയിം പാറ്റേൺ ഇവിടെ കാണുമ്പോൾ അതുകൊണ്ട് നമ്മളിരുന്ന് മലയാളം പാറ്റേൺ നമ്മുടെ നാട്ടിൽ കാണുന്നത് അതാണ് മുന്നേ അവിടെ സംഭവിച്ച സംഭവം അതേ സെയിം സംഭവം ഇവിടെ നടക്കുന്നത് കാണും. അല്ല, ഇതിപ്പോ എന്തായാലും എടുത്തത് നന്നായി തന്നെ ഞാൻ അത്രന്നുള്ളൂ, അതിനുള്ളൂ. ഇനിയിപ്പോ ഇത് കാണുന്നവരെന്താ പറയാ, ഇവന്മാർക്കൊക്കെ വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പഠിക്കൊന്നും ചെയ്യാത്ത ഇവന്മാരുടെ സ്ലേവ് ആയിട്ട് ഉള്ള പെണ്ണുങ്ങളെ ഏതെങ്കിലും വേണം. ഇവന്മാർക്ക് അതാ വേണ്ടത്. എന്തെങ്കിലും ഇവര് വിചാരിക്കണ ഒരു പെർസ്പെക്റ്റീവ്. പക്ഷെ ഈ പറഞ്ഞ ഏത് ആളാണെങ്കിലും എടുത്തു നോക്കട്ടെ, ഡാറ്റ എടുത്ത് നോക്കട്ടെ. അപ്പൊ അറിയാലോ, ഞമ്മക്ക് ഒരിക്കലും അങ്ങനല്ല വേണ്ടത്. നമ്മൾ ഒരു കാര്യം പറയണതില്
തെറ്റ് തോന്നണില്ലെങ്കിൽ അത് പറയണതിൽ ഒരു പ്രശ്നമില്ല. ഒരു അതെ അതെ അത്രേ ഉള്ളൂ. എനിക്ക് നമ്മൾ പറയണതിൽ ഒരു തെറ്റ് തോന്നണില്ല. എടാ ഇത് തെറ്റല്ല, ഇത് നമ്മുടെ വ്യൂസ് ഓൺ തിങ്സ് ആണ്. നമ്മളുടെ അതാ കാര്യം. ഇതിപ്പോ അതുമല്ല, ഇതിപ്പോ അതുമല്ല, അതും പോട്ടെ. ഇതിപ്പോ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കണ ഒരു ചെക്കൻ അല്ലെങ്കിൽ ഒരു ആണുങ്ങളായിരുന്നു അഡ്ജസ്റ്റ്. ഇപ്പൊ പെണ്ണുങ്ങൾ അല്ല, പണ്ടൊക്കെ പെണ്ണുങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കുക, അവര് അതാണ്. ഇപ്പൊ അങ്ങനല്ല, ഇപ്പൊ ആണുങ്ങളാണ് അഡ്ജസ്റ്റ് ചെയ്ത് എക്സ്പ്ലോയിറ്റ് ചെയ്ത് നിൽക്കേണ്ട ആ ഒരു അവസ്ഥ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുക. ആണുങ്ങളുടെ ഇത് വന്ന് ആണുങ്ങൾ വീട്ടിലിരുന്ന് ഗെയിം കളിക്കുക, അപ്പൊ പെണ്ണ് പുറത്തു പോകും, അതൊക്കെ ചെയ്യും. എന്നിട്ട് ഇപ്പൊ പുറത്തേക്ക് പോണ്, ക്ലബിൽ പോണ്, മറ്റേ കുറച്ച് എല്ലാം അക്സെപ്റ്റ്. അതാ മെയിൻ. എനിക്ക് എന്റെ ഫ്രീഡം വേണ്ട, പോകും എന്റെ ഫ്രീഡം വേണ്ടേ? അപ്പൊ ഫ്രീഡം അല്ല, ഇതിനകത്ത് എന്ത് പ്യൂരിറ്റിയാ കാണുന്നത് എനിക്ക് ഇതുവരെ മനസ്സിലായില്ല. ഇപ്പൊ എനിക്ക് അവരുടെ ഭാഗത്തുനിന്ന് ചിന്തിക്കാൻ പോലും എനിക്ക് തോന്നിയിട്ടില്ല. ബിക്കോസ് എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അത് ഞാൻ കംപ്ലീറ്റ്ലി അക്സെപ്റ്റ് ചെയ്തത്. ഇങ്ങനത്തെ ഒരു റിലേഷൻഷിപ്പ് എനിക്ക് താല്പര്യമില്ല. അത് പറയണതിലൊരു തെറ്റുമില്ല, എനിക്ക് തോന്നിയിട്ടില്ല. അല്ല നമ്മക്കൊക്കെ അതിപ്പോ എന്താ വെച്ചാൽ എല്ലാ മെന്നിന്റെയും ഉള്ളിലുള്ള ഒരു കാര്യമാണത്. പക്ഷെ ഇപ്പൊ എന്താ വെച്ചാൽ ഇപ്പത്തെ സാഹചര്യങ്ങൾ ഇപ്പത്തെ ഇതുകൊണ്ട് അവരൊക്കെ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കുകയാണ്. ആർക്കും പറയാൻ വയ്യ. പക്ഷെ ഏതൊരാളിനോട് എടുത്തു വെച്ചത് ഇങ്ങനെയല്ലേന്ന് വെച്ചാൽ ഇങ്ങനെ തന്നെ പറയുള്ളൂ. ഇപ്പൊ ഈ പണ്ടത്തെ സിനിമകളിൽ ആലോചിച്ചോക്ക്, ഭാര്യ വരച്ച വരയിൽ നിർത്തല്ലടാ അന്നെ എന്നൊക്കെ ഉള്ള ഒരു സംസാരമൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. അതൊരു വിഷയമായിട്ടുള്ള ഒരു രീതിയിലായിരുന്നു അല്ലേ പണ്ടത്തെ സിനിമകളിലൊക്കെ. അപ്പൊ അങ്ങനൊന്നല്ല, പക്ഷെ അതിനെ കളിയാക്കും ചെയ്യുമായിരുന്നു. പക്ഷെ അതായിരുന്നു ഒരു ഇത് എന്ത്, അതെല്ലാം കറക്റ്റ് ആണുങ്ങളായി നിക്കണം. ഇപ്പത്തൊക്കെ എന്താ അങ്ങനത്തെ ഒരു വരയില്ല, ഒന്നുമില്ല. ഇപ്പൊ എന്താ അല്ല, ഇപ്പോഴാണ് പ്രോപ്പർ വരയത് എന്ന് വെച്ചാൽ പണ്ട് പറയല് മാത്രമേ. എന്തെങ്കിലും കാര്യം വന്നു കഴിഞ്ഞാൽ ആണ് എന്നെ തീരുമാനം എടുത്തോണ്ടിരുന്നത്. ബിക്കോസ് അന്ന് ഇന്നത്തെ ആമ്പിള്ളേർ അത്ര റെസ്പോൺസിബിലിറ്റി എടുക്കുന്ന ആൾക്കാരാണ്. ഇന്നത്തെ ആമ്പിള്ളേരെ കുറിച്ച് അത് പറയാൻ പറ്റില്ല. ഇപ്പൊ അവര് പറഞ്ഞ റെസ്പോൺസിബിലിറ്റി എടുക്കണ്ട, ഞാൻ നോക്കിക്കോളാം. അവര് അവരുടേതായിട്ടുണ്ട്. അപ്പൊ പിന്നെ എന്തിനാ ആണായിട്ടൊന്നും ഇല്ലാണ്ട് എങ്ങനെയൊക്കെ ജീവിച്ചാൽ മതി. വേണ്ട, ആൺപിള്ളേരെ വേണ്ട. സത്യം പറഞ്ഞു ചില ആണുങ്ങളെ അവർക്ക് ഇപ്പൊ അവരെന്താ പറയും, ഇപ്പൊ എനിക്ക് തോന്നുക ഈ ഗേൾസ് ഒക്കെ അവർ എക്സ്പെക്ട് ചെയ്യണ എന്താ വെച്ചാല് ഈ ജോലിക്ക് പോകണമെന്നില്ല. ഓക്കെ, ഞാൻ പറയാം പണ്ടൊക്കെ ഓനക്കൊരു ജോലി ഉണ്ട്, ഓനക്കൊരു ഇതുണ്ട്, അങ്ങനല്ല. ഇപ്പൊ എനിക്ക് ജോലി വേണമെന്നില്ല. ഇത് നാട്ടിലാണ് നടക്കുന്നത്. നാട്ടിൽ നടക്കുന്ന കാര്യം ഞാൻ പറയാം. ഇപ്പൊ എനിക്ക് ജോലി വേണമെന്നില്ല, ജോലിക്ക് ഞാൻ പോവല്ലോ. എനിക്കറിയണ എന്റെ കസിൻ പറഞ്ഞ കാര്യം ഞാൻ പറഞ്ഞേ, ജോലി. അപ്പൊ എനിക്ക് നല്ല ജോലി ഇല്ലല്ലടി ആയി എന്ന്. അതിനെന്താ ഞാൻ ജോലിക്ക് പോലോ പറഞ്ഞ മനസ്സിലുണ്ട്. അപ്പൊ ഞാൻ ജോലിക്ക് അപ്പൊ ഓക്കെ, അത് ലൈക്ക് ആ പറഞ്ഞ കാര്യങ്ങൾ ഇക്വാലിറ്റി എന്തൊക്കെയോ. അല്ല, ഇതാ ചെക്കൻ്റെ തന്നെ പ്രശ്നമോ ഞാൻ പറയും. വെച്ചാ ആ ചെക്കന് ലൈക്ക് ഒരു മാസ്കുലിറ്റി ടാപ്പ് ചെയ്യാൻ പറ്റിയിട്ടില്ല. സത്യം പറ. അതാണോ ഇനിയിപ്പോ ഓനാണോ ബുദ്ധിമാനെന്ന് എനിക്കറിയില്ല. അങ്ങനല്ല, അങ്ങനത്തെ കുറെ ബുദ്ധിമുട്ടുകളുണ്ട്. നമ്മളെ ചിലപ്പോ പൊട്ടന്മാര് നമ്മള് ഈ ഇതും വെച്ചിരുന്ന്, അങ്ങനല്ല ഇതും വെച്ചിരുന്ന് നമുക്ക് എന്താ ഡൈ അലോട്ട് എന്നാലും കുഴപ്പമില്ല. പക്ഷെ ഞാൻ പറഞ്ഞാലോ, ഇവരൊക്കെ പറഞ്ഞാൽ ഇവനെന്താ, ഇവർക്ക് പണിക്ക് പോകണ്ട, സുഖിച്ച് വീട്ടിരിക്കാം. എന്നിട്ട് ഭർത്താവ് ഉദ്യോഗം എന്നൊക്കെ പറയാനുണ്ട്. ഭർത്താവ് ഉദ്യോഗം വെച്ചിരിക്ക. അങ്ങനല്ല, കാരണം എന്താ വെച്ചാൽ ഇതാക്കിക്കോളും. പിന്നെ ഇവരൊക്കെ എന്നൊക്കെ പറയും, ഇവരൊക്കെ ഇടക്കൊക്കെ തെറി അല്ലെങ്കിൽ അത് എനിക്കത് കേൾക്കുമ്പോഴെന്താ പോലെ. അതാണ് ഞാൻ പറഞ്ഞ നമ്മുടെ ആ ഒരു നമ്മൾ മെയിൻ നാർസിസ്റ്റ് ആടാ. നിന്റെ നാർസിസ്റ്റ് ഇടക്കിടക്ക് കയറി വന്നിട്ടുണ്ട്.